ഹലോ. അപ്പോൾ ഇന്ന് നമ്മൾ ഏകദേശം മൂവ് ചെയ്ത് ലാസ്റ്റ് മൊഡ്യൂളിലേക്ക് എത്തിയിട്ടുണ്ട്. അപ്പം ഇതിനകത്ത് ഫസ്റ്റ് വരുന്ന ടോപ്പിക് എന്ന് പറഞ്ഞാൽ കർവേച്ചർ ഓഫ് സർഫസസ് ആണ്. അപ്പം ആദ്യം നമ്മൾ എൻ സർഫസിൽ അല്ലെങ്കിൽ എൻ സർഫസിനകത്താണ് നമ്മൾ പറയുന്നത്. N+R N+1 നമ്മൾ സർഫസിലാണ് പറയുക. അതിന് മുന്നേ നമ്മൾ ജസ്റ്റ് R2ത്തെ കാര്യം എന്താണ്, അവിടുത്തെ കർവേച്ചർ എന്താണെന്നുള്ളത് ജസ്റ്റ് ഒന്ന് പറയാം. അതെന്ന് വെച്ചാൽ ഇപ്പം R2 നിന്ന് R2ലേക്കുള്ള ഒരു L എന്ന് പറഞ്ഞ ഒരു ലീനിയർ ട്രാൻസ്ഫോർമേഷൻ ഉണ്ടെന്ന് വിചാരിക്കാം. അല്ലെങ്കിൽ LP വെയിൻ ഗാർട്ടൻ മാപ്പ് തന്നെ എടുക്കാൻ വിചാരിച്ചു. LP എന്ന് പറഞ്ഞ ലീനിയർ ട്രാൻസ്ഫോർമേഷൻ, വെയിൻ ഗാർട്ടൻ മാപ്പ് നമ്മൾ പഠിച്ചാണ് LVN എന്ന് പറഞ്ഞിട്ട്, അതൊരു ലീനിയർ ട്രാൻസ്ഫോർമേഷൻ. അപ്പോൾ നമ്മൾ അങ്ങനെ ഒരു ലീനിയർ ട്രാൻസ്ഫോർമേഷൻ നമ്മൾ കൺസിഡർ ചെയ്യാൻ R2 ആണ് നമ്മൾ സർഫസ് ആയിട്ട് നമ്മൾ എടുക്കുന്നത്. R2ൽ ഒരു സർഫസാണ് എടുക്കുന്നത്. അപ്പം അത് ഒബ്വിയസ്ലി എന്തായിരിക്കും, ഇപ്പോൾ CP എന്നാണ് നമ്മളതിനെ ഡിനോട്ട് ചെയ്യുന്നത്. C എന്നാണ് നമ്മളതിൻ്റെ ലെവൽ സെറ്റിനെ പറയാം. R2നകത്ത് കൺസിഡർ ചെയ്യുമ്പോഴത്തേനും C എന്ന് പറയുന്നതാണ് നമ്മുടെ F ഇൻവേഴ്സ് വരുന്നത്. ജസ്റ്റ് അങ്ങനെയാണ് ഡിനോട്ട് ചെയ്യാന്ന് മാത്രം, ക്യാപിറ്റൽ C. അതിന് ലെവൽ സെറ്റ് എന്ന് വിളിക്കും. അങ്ങനെയാണെങ്കിൽ സാധാരണ നമ്മൾ SP to SP ആണല്ലോ, ടാൻജൻറ്റ് സ്പേസ് പറയുന്നത് SP ആണല്ലോ പറയാറ്. SP to SP ആണ് സാധാരണ എന്ത് പറയുന്നത്, വെയിൻ ഗാർട്ടൻ മാപ്പ് നമ്മൾ ഡിഫൈൻ ചെയ്യുന്നത്. അപ്പോൾ ഇവിടെ R2ആയതുകൊണ്ട് അതിൻ്റെ സ്പെസിഫിക്കേഷനായിട്ട് പ്ലെയിൻ ആണല്ലോ. അപ്പോൾ ഈ സർഫസിന് പകരം നമ്മൾ യൂസ് ചെയ്യുന്നത് പ്ലെയിൻ കർവ് എന്നുള്ളതാണ്. അപ്പം ഈ SP-ക്ക് പകരം ടാൻജൻറ്റ് സ്പേസിനെ ഡിനോട്ട് ചെയ്യുന്നത് CP എന്നാണ്. സോ R2നകത്തെ കളിയാകുമ്പം വെയിൻ ഗാർട്ടൻ മാപ്പ് LP വരുന്നത് CPയിൽ നിന്ന് CPയിലേക്ക് എന്നാണ് പറയുക. സംഭവം സെയിം സാധനങ്ങൾ തന്നെയാണ്, ടാൻജൻറ്റ് സ്പേസ് ആണ്, എല്ലാം സെയിം ആണ്. പക്ഷേ അതിൻ്റെ നൊട്ടേഷൻ മാത്രം ഇങ്ങനെയാണെന്നേ ഉള്ളൂ. അപ്പം അങ്ങനത്തെ ഒരു ലെവൽ സെറ്റ് അല്ലെങ്കിൽ ഒരു R2നകത്ത് നമ്മൾ വെയിൻ ഗാർട്ടൻ മാപ്പ് CPയിൽ നിന്ന് CPയിലേക്ക് നമ്മളൊരു വെയിൻ ഗാർട്ടൻ മാപ്പ് ഡിഫൈൻ ചെയ്തു. LV ഓഫ് V -∆VN തന്നെയാണ് മാപ്പ് വരുന്നത്. അപ്പം നമുക്കറിയാം ഇത് ലീനിയർ ട്രാൻസ്ഫോർമേഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇവിടെ CP ആയതുകൊണ്ട് തന്നെ ഇത് 1 ഡയമെൻഷനിലാണ്. സോ ലീനിയർ ട്രാൻസ്ഫോർമേഷൻ 1 ഡയമെൻഷണൽ സ്പേസിൽ നിന്ന് 1 ഡയമെൻഷണൽ സ്പേസിലേക്ക് എന്ന് പറയുമ്പോൾ 1 ഡയമെൻഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരൊറ്റ എലമെൻ്റ് കൊണ്ട് നമുക്ക് സ്പാൻ ചെയ്യാൻ പറ്റും. ബേസിസ് എന്ന് പറഞ്ഞാൽ 1 എലമെൻ്റ് ആയിരിക്കും, ഒറ്റ എലമെൻ്റ് കൊണ്ട് നമുക്ക് സ്പാൻ ചെയ്യാൻ പറ്റും. അപ്പം ഈ LP എന്ന് പറയുന്ന ആളുടെ ഇമേജ് വരുന്നത് CPയിലാണ്. അപ്പം LPൻ്റെ ഇമേജിനെ നമുക്ക് എങ്ങനെ 1 ഡയമെൻഷനിൽ ആയതുകൊണ്ട് ഒരു എലമെൻറ്റുമായിട്ട് സ്പാൻ ചെയ്യാൻ പറ്റും. അപ്പോൾ LP ഓഫ് V എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ Vൻ്റെ ഒരു സ്കേലാർ മൾട്ടിപ്പിൾ ആയിട്ട് നമുക്കതിന് എഴുതാൻ പറ്റും. അത് 1 ഡയമെൻഷനിലും ലീനിയറും ആയതുകൊണ്ടുള്ള പ്രോപ്പർട്ടിയാണ്. ഒരു വെക്ടറായിട്ട് നമുക്കതിനെ സ്പാൻ ചെയ്ത് എഴുതാൻ പറ്റും. അതിൻ്റെ ലീനിയർ അല്ലെങ്കിൽ സ്കേലാർ മൾട്ടിപ്ലിക്കേഷനായിട്ട് എഴുതാൻ പറ്റും. അങ്ങനെ നമ്മൾ ഏതോ ഒരു സ്കേലാറിൻ്റെ മൾട്ടിപ്ലിക്കേഷനാണ് ഈ LP എന്ന് പറയുന്നത്. ആ സ്കേലാറിനെ നമ്മൾ പറയുന്ന പേരാണ് കർവേച്ചർ എന്ന് പറയുന്നത്. അതായത് LP ഓഫ് Vനെ നമുക്ക് സം K ഓഫ് P ഇൻറ്റു V അല്ലെങ്കിൽ ഡോട്ട് V എന്ന് പറഞ്ഞിട്ട് എഴുതാൻ പറ്റും. ഇതിനെയാണ് ഈ ഒരു സ്കേലാറിനെ നമ്മൾ വിളിക്കുന്ന പേരാണ് കർവേച്ചർ. അതായത് വെയിൻ ഗാർട്ടൻ മാപ്പ് ചെയ്യുന്നത് ഏതോ ഒരു സ്കേലാറിൻ്റെ അതായത് വെയിൻ ഗാർട്ടൻ മാപ്പ് നമ്മൾ V എന്ന് പറഞ്ഞ ഒരാളുടെ ഇമേജ് ആണല്ലോ പറയുക. അപ്പോൾ ആ V എന്ന് പറയുന്നത് മറ്റൊരു സ്കേലാറിൻ്റെ മൾട്ടിപ്പിൾ ആയിരിക്കും. ആ മൾട്ടിപ്പിളിനെ നമ്മൾ K എന്ന് പറയും. അപ്പം ഇവിടെ സെയിം ഡെഫിനിഷൻ നമുക്ക് ഇങ്ങോട്ടും കൊണ്ടുവരാം, എൻ സർഫസിലേക്കും കൊണ്ടുവരാം. അവിടെ മാറ്റം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ SP നിന്ന് SPയിലേക്കാണ് മാപ്പ് വരുന്നത്. ഡെഫിനിഷൻ അത് തന്നെയാണ്, -∆VN തന്നെയാണ്. അപ്പം N=1 ആകുമ്പോഴാണ് നമ്മൾ RN+1 R2 ആയിട്ട് മാറുന്നത്. അവിടെ എന്താണ്, LP എന്ന് പറയുന്നത് ജസ്റ്റ് ഒരു മൾട്ടിപ്ലിക്കേഷൻ ബൈ ഒരു നമ്പറാണ്, ഒരു സ്കേലാറാണ്. അതിനെയാണ് നമ്മൾ കർവേച്ചർ എന്ന് പറയുന്നത്. അതിനെ അപ്പം LP ഓഫ് V K ഇൻറ്റു ഡോട്ട് V എന്ന് പറയും. അതുകൊണ്ട് തന്നെ നമുക്ക് കർവേച്ചറിനെ എങ്ങനെ പറയാം, K ഓഫ് V. കർവേച്ചർ ഓഫ് V എന്ന് പറയുന്നത്, നേരത്തെ അവിടെ R2 ആയതുകൊണ്ടാണ് നമ്മൾ K ഓഫ് P എന്ന് പറഞ്ഞ ജസ്റ്റ് ഒരു പോയിൻ്റ് ആയിട്ട് എടുത്തത്. ജനറലി നമ്മൾ കർവേച്ചറിനെ K ഓഫ് V എന്ന് പറയും. ദാറ്റ് ഈക്വൽ ടു LP ഓഫ് V ഡോട്ട് V എന്ന് പറയും. അത് ഈ ഒരു ഇക്വേഷൻ എന്നാണ് ഈ കർവേച്ചറിൻ്റെ ഇക്വേഷൻ നമ്മൾ ഡെറൈവ് ചെയ്തെടുത്തിട്ടുള്ളത്. അപ്പോൾ കർവേച്ചർ ഇസ് ഈക്വൽ ടു LP ഓഫ് V ഡോട്ട് V. ഇതാണ് അതിൻ്റെ ഇക്വേഷൻ. ജനറലി കർവേച്ചർ കാണാൻ പറഞ്ഞാൽ അതിൻ്റെ ഇക്വേഷനാണ് ഇത്. ഇനി അതിന് ഉള്ളൊരു എക്സാമ്പിളും താഴെ ക്വസ്റ്റ്യനായിട്ട് കൊടുത്തിട്ടുണ്ട്. ഒരു എൻ സർഫസ് തന്നു കഴിഞ്ഞാൽ നമുക്കതിൻ്റെ കർവേച്ചർ കാണാൻ വേണ്ടിയിട്ടുള്ളൊരു ക്വസ്റ്റ്യൻ ഉണ്ട്. അത് നോക്കാം അല്ലേ.
അപ്പം ജനറലി കെ ഓഫ് വിനെ അത് നോം ഓഫ് വി 1 ആവുന്ന സമയത്ത് ഈ കർവേച്ചറിനെ നമ്മൾ നോർമൽ കർവേച്ചർ എന്നാണ് പറയുക. ഇനി അങ്ങോട്ട് കുറേ കർവേച്ചർ നമ്മൾ പഠിക്കാനുണ്ട്. ഇതിനെ നമ്മൾ കെ ഓഫ് അല്ലെങ്കിൽ കാപ്പ എന്നും കൂടിയും പറയും. കാപ്പ ഓഫ് വി എന്ന് വേണമെങ്കിൽ അങ്ങനെ പ്രൊനൗൺസ് ചെയ്യാം. ഓക്കെ, ഈ കെനെ ശരിക്കും ഈ കെ എന്ന് പറയണത് ഇങ്ങനെ സാധാരണ നമ്മൾ കെ എഴുതുന്ന പോലെയല്ല, ഈ ഒരു കേവ് വരുന്ന സാധനം. അപ്പോൾ അതിനെ കാപ്പ ഓഫ് വി എന്ന് പറയാം. അപ്പോൾ ഈ കാപ്പ ഓഫ് വിനെ നമ്മൾ നോർമൽ കർവേച്ചർ എന്നാണ് വിളിക്കുക. ഇനി കുറച്ച് കഴിയുമ്പോൾ നമ്മൾ പ്രിൻസിപ്പൽ കർവേച്ചേഴ്സൊക്കെ ഡീൽ ചെയ്യും. അപ്പം അത് വേറെയാണ്. ഇതിനെ നമ്മൾ നോർമൽ കർവേച്ചർ, അതിനെ ഡിനോട്ട് ചെയ്യുന്നത് കാപ്പ ഓഫ് വി. ഓക്കെ, ഇനി നെക്സ്റ്റ് ഇതിൻ്റെ ഒരു എക്സാമ്പിൾ ചെയ്യാം. ജസ്റ്റ് ഇതിൻ്റെ നോട്ട്സ് എഴുതിയിട്ടുണ്ടോ എന്ന് വായിച്ചു നോക്കാം കേട്ടോ. എക്സാമ്പിൾ നമുക്ക് തന്നിട്ടുള്ളൊരു ഹൈപ്പർബോളോയിഡ് ആണ്. -x1² + x2² + x3² = 1 എന്ന് പറയുന്ന ഒരു ഹൈപ്പർബോളോയിഡ് ആണ് നമുക്ക് തന്നിട്ടുള്ള സർഫസ്, എൻ സർഫസ് അതാണ്. ഓക്കെ, അപ്പം നമ്മളിത് പറയുമ്പം വെയിൻകാട്ടർ മാപ്പ് പറയുമ്പോൾ നമുക്ക് കൂടെ പറയാറുള്ള ആദ്യമൊക്കെ നമ്മൾ പറയുന്ന സമയത്ത്, അതായത് ഫസ്റ്റ് ഇതിലൊക്കെ വരുമ്പോൾ പാരാമെട്രൈസ്ഡ് കേർവുകളായിരുന്നു ലെവൽ സെറ്റ് വരുമ്പോഴും. അതുപോലെ തന്നെ അവിടെ എന്തൊക്കെയാണ് പഠിച്ചത്, ഡെറിവേറ്റീവ്സ് ആണെങ്കിലും ആ ഡെഫിനിഷൻസിലൊക്കെ നമ്മൾ കൂടെ യൂസ് ചെയ്തിരുന്ന ആൽഫ ആയിരുന്നു. കാരണം അതിനോടായിരുന്നു ഡെഫിനിഷൻ ചേർന്ന് നിൽക്കുന്നത്. പക്ഷേ ഇവിടെ വരുന്നത് നമുക്ക് എൻ ആണ് ആവശ്യം, നോർമൽ വെക്ടറാണ് ആവശ്യം. അതുപോലെ തന്നെ അതിൻ്റെ സർഫസും. അപ്പോൾ നമുക്ക് വെയിൻകാട്ടർ മാപ്പ് യൂസ് ചെയ്യുമ്പോൾ നമുക്ക് അവിടെ LV ഡെഫിനിഷൻ തന്നെ ∇V ആണ്. സോ നോർമലിൻ്റെ ഇതുണ്ട്. അപ്പോൾ ഇവിടെ തന്നിട്ടുള്ള നോർമൽ നമുക്ക് ക്വസ്റ്റ്യനിൽ തന്നെ തന്നിട്ടുണ്ട്. അതിൻ്റെ ഇക്വേഷൻ ഓൾറെഡി നമുക്കറിയാം. NP എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്, ∇F / നോം ∇F അല്ലേ. അത് നമുക്ക് ഇവിടെ ക്വസ്റ്റ്യൻ ആയിട്ട് തന്നെ തന്നിട്ടുണ്ട്. കാണേണ്ട കാര്യം കർവേച്ചറാണ്. 0.001 ആണെന്ന് തന്നിട്ടുണ്ട്. ഓക്കെ, അപ്പോൾ ഇനി നെക്സ്റ്റ് കാണേണ്ട സാധനം കർവേച്ചറാണ്. ഫസ്റ്റ് നമുക്ക് തന്നിട്ടുള്ള കാര്യം എഫ് തന്നിട്ടുണ്ട്. അതായത് നമുക്ക് സർഫസ് തന്നതുകൊണ്ട് തന്നെ സർഫസ് എന്ന് പറഞ്ഞെങ്കിൽ എഫ് ഇൻവേഴ്സ് ആണല്ലോ. സോ എഫിന് നമ്മൾ എന്ത് തന്നെയായിട്ട് എടുക്കാറ്, മൈനസ് തന്നിട്ടുള്ള സാധനം തന്നെയാണ് എടുക്കാറ്. -x1² + x2² + x3² നമ്മൾ എഫ് എന്ന് വിളിച്ചു. അതുകൊണ്ട് തന്നെ ഇനി നമുക്ക് എന്തൊക്കെ കാണണം, n കാണണം അല്ലേ. കെ ഓഫ് വി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്, കെ ഓഫ് വിൻ്റെ അല്ലെങ്കിൽ കാപ്പ ഓഫ് വി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്കറിയാം LP ഓഫ് വി ഡോട്ട് വി ആണ്. അതിൽ LP എന്താണെന്ന് അറിയണം. LP കാരണം എന്നുണ്ടെങ്കിൽ -∇VN ആണ്. അപ്പോൾ അതിൽ ആദ്യം നമുക്ക് ആരറിയണം, n അറിയണം. ആ n കണ്ടുപിടിക്കണമെങ്കിൽ എന്തറിയണം, ∇F ഓഫ് പി അറിയണം. അപ്പോൾ നമ്മൾ ജസ്റ്റ് ഇക്വേഷൻ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാനേ ഉള്ളൂ. അതിന് ആദ്യം കാണേണ്ട കാര്യം ∇F ഓഫ് പി. ∇F ഓഫ് പി പറഞ്ഞു കഴിഞ്ഞാൽ എന്താ, ആ തന്നിട്ടുള്ള ഫംഗ്ഷനെ x1, x2, x3 എന്ന് പറഞ്ഞാൽ 3 വേരിയബിളിലും പാർഷ്യലി ഡെറിവേറ്റ് ചെയ്യുക. സോ പി എന്ന് പറഞ്ഞ പോയിന്റ് ആദ്യം എടുത്തു. അത് കഴിഞ്ഞിട്ട് x1നെ വിത്ത് റെസ്പെക്ട് ടു x1 ഈ എഫിനെ നമ്മൾ ഡെറിവേറ്റ് ചെയ്തു. അപ്പോൾ നമുക്ക് -2x1 കിട്ടി. നെക്സ്റ്റ് വിത്ത് റെസ്പെക്ട് ടു x2 നമ്മൾ ഇതിനെ ഡെറിവേറ്റ് ചെയ്തു. അപ്പോൾ നമുക്ക് 2x2 കിട്ടി. നെക്സ്റ്റ് എന്ത് ചെയ്യുക, x3നെ വെച്ചിട്ട് നമ്മൾ ഈ എഫിനെ ഡെറിവേറ്റ് ചെയ്യുമ്പോൾ 2x3 വന്നു. അപ്പോൾ ∇F ഓഫ് പി കിട്ടി അല്ലേ. ഇനി അതിന് നോം കാണാം. നോം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സ്ക്വയർ റൂട്ട് ഓഫ് ഓരോ ഈച്ച് ടേമിൻ്റെയും സ്ക്വയറിൻ്റെ സമ്മ്. അപ്പോൾ ഓരോ ടേമിൻ്റെയും സ്ക്വയർ എടുത്തു, സം എടുത്തു, റൂട്ട് എടുത്തു. അപ്പോൾ ഇത് ഇങ്ങനെ വന്നു അല്ലേ. അപ്പം അതിനകത്തൊക്കെ 4 കോമൺ ആയതുകൊണ്ട് 4 ഔട്ട് സൈഡ് എടുത്ത്, അപ്പം x1² + x2² + x3² ഉണ്ട്. 4 റൂട്ടിൻ്റെ പുറത്ത് വരുമ്പോൾ എന്തായിട്ട് മാറും, 2 ആയിട്ട് മാറും. ബാക്കി കിട്ടുന്നത് √x1² + x2² + x3². അതെന്താണ്, നോം പി ആണ്. നമുക്കറിയാം പി എന്ന് പറഞ്ഞാൽ x1, x2, x3 എന്ന് പറഞ്ഞ സാധനത്തിൻ്റെ നോമാണ് ആ കിടക്കുന്നത്. അപ്പോൾ നമുക്ക് എന്ത് കിട്ടി, ∇F ഓഫ് പി എന്ന് പറയുന്നത് കിട്ടിയിട്ടുണ്ട്. നോർമൽ ∇F ഓഫ് പിയും കിട്ടിയിട്ടുണ്ട്. ഇനി നമുക്ക് എന്ത് കാണാം, അതൊന്ന് നോർമൽ കണ്ടൂടെ. എന്നെ കാണാനുള്ള കാര്യം നമ്മളെടുത്തായി. എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ജസ്റ്റ് ഇതിൻ്റെ രണ്ടിൻ്റെയും കൂടി, ഈ ∇F ഓഫ് പിൻ്റെയും നോർമൽ ∇F ഓഫ് പിൻ്റെയും കൂടി എന്താ പറയുക, ഫ്രാക്ഷനാണ് വരുന്ന n എന്ന് പറയുന്നത്. ഇനി നമുക്കറിയാം കാണേണ്ട കാര്യം കർവേച്ചറാണ് കാണേണ്ടത്. സോ കെ ഓഫ് പി എന്ന് പറയുന്നത് LP ഓഫ് വി ഡോട്ട് വി ആണ്. അതിൽ ആദ്യം നമുക്ക് എന്ത് കാണണം, LP ഓഫ് വി കാണണം. LP ഓഫ് വി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ -∇VN ആണ്. അതിൽ നമുക്ക് ഇപ്പം അതിന് വേണ്ടിയിട്ടാണ് നമ്മൾ എന്ത് കണ്ടുപിടിച്ചിട്ടുള്ളത്, ഡെല്ലൊക്കെ നമ്മൾ ചെയ്തില്ലേ. അപ്പം n ഓഫ് പി കണ്ട് ജസ്റ്റ് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കൊടുക്കുക ഇക്വേഷനകത്ത്. ഇത് നേരത്തെ എഴുതി വെച്ചിട്ട് ∇F ഓഫ് പി, നോർമൽ ∇F ഓഫ് പി, അത് ഓരോ വേരിയബിൾസിനും സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കൊടുക്കുക. അപ്പോൾ -x1 നോം പി, x2 നോം പി, x3 നോം പി എന്ന് വന്നു. ഓക്കെ, നെക്സ്റ്റ് പറയുന്നത് നമുക്ക് പി എന്ന് പറഞ്ഞ പോയിന്റ് തന്നിട്ടുണ്ട്. 001 എന്ന് പറയുന്നതാണ് പോയിന്റ്. അപ്പോൾ അതിൻ്റെ നോം കണ്ടുകൂടെ. നോം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്, ഏതാണോ പോയിന്റ്, x1, x2, x3 ആണെങ്കിൽ √x1² + x2² + x3². ഇവിടെ 001 ആണ്. അപ്പോൾ 0² + 0² + 1² ദാറ്റ് ഈസ് ഈക്വൽ ടു 1.
അപ്പം നോമ് പി എന്ന് പറയുന്നത് എന്താണ് 1 ആണ്. അപ്പം ഈ ഒരു നമുക്ക് കിട്ടിയിട്ടുള്ള എൻ ഓഫ് പിന്നകത്ത് നോമ് പിൻ്റെ വാല്യൂ നമുക്ക് കൊടുത്തു കഴിഞ്ഞാൽ എൻ ഓഫ് പി ഈസ് ഈക്വൽ ടു പി -x1 x2 x3 എന്ന് മാത്രം വരും. ഇനി നെക്സ്റ്റ് നമുക്ക് ഇക്വേഷനകത്ത് ആവശ്യമുള്ള ആളാണ് വി എന്ന് പറയുന്ന വെക്ടർ. ഇനി നമ്മളിവിടെ എടുക്കുന്ന എസ് പിയിൽ നിന്നാണ് വി ചൂസ് ചെയ്യുന്നത് അല്ലേ, ടാൻജൻറ്റ് സ്പേസിൽ നിന്നാണ് ആര് ചൂസ് ചെയ്യുന്നത്, വി ചൂസ് ചെയ്യുന്നത്. അവിടെ നമ്മുടെ പോയിൻ്റ് എന്ന് പറയുന്നത് 0 0 1 ആണ്. അതിൽ എൻ ഓഫ് പി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നോർമൽ അറ്റ് ദ പോയിൻ്റ് പി എന്ന് പറയുമ്പം നോർമലും എടുക്കുന്ന വി എന്ന് പറയുന്ന ടാൻജൻറ്റും ഒബ്വിയസ്ലി എന്താണ്, പെർപെൻഡിക്കുലർ ആണ്. നമുക്കറിയാം വി എന്ന് പറയുന്നത് ടാൻജൻറ്റ് സ്പേസത്തെ വെക്ടറാണ്, വി ബിലോങ്സ് ടു എസ് പി ആണ്. ഓക്കെ, അപ്പം എസ് പി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ടാൻജൻറ്റ് സ്പേസ് ആണ്. സോ ടാൻജൻറ്റ് സ്പേസിലെ ടാൻജൻറ്റും അല്ലെങ്കിൽ വെലോസിറ്റി വെക്ടറും നോർമലും എപ്പോഴും എന്താണ്, പെർപെൻഡിക്കുലർ ആണ്. അതുകൊണ്ട് തന്നെ എൻ ഓഫ് പിയും വിയും പെർപെൻഡിക്കുലർ ആവണം അല്ലേ. ഇപ്പോൾ ഇവിടെ എൻ ഓഫ് പി അല്ലെങ്കിൽ പെർപെൻഡിക്കുലർ ആണ്. എൻ ഓഫ് പിയിൽ നമ്മൾ പോയിൻ്റ് എന്ന് പറയുന്നത് 0 0 1 ആണ്. അപ്പം അതിനോട് ഡോട്ട് പ്രൊഡക്റ്റ് എടുക്കുമ്പോൾ 0 ആയി പോകണമെന്നുണ്ടെങ്കിൽ ഈ പറയുന്ന വി എന്ന് പറയുന്ന വെക്ടർ എങ്ങനെ ആയേ പറ്റുള്ളൂ, സം v1 v2 തേർഡ് കമ്പോണൻറ്റ് 0 ആയേ പറ്റുള്ളൂ അല്ലേ. അങ്ങനെ വന്നാലല്ലേ അത് ഡോട്ട് പ്രൊഡക്റ്റ് എടുക്കുമ്പം 0 ആയിട്ട് പോകുള്ളൂ. കാരണം ഇപ്പം പി എന്ന് പറയുന്നത് 0 0 1 ആണ്. അതിനോട് ഡോട്ട് പ്രൊഡക്റ്റ് എടുക്കുമ്പോൾ 0 ആയി പോകണമെന്നുണ്ടെങ്കിൽ ഫസ്റ്റ് 2 കമ്പോണൻറ്റ്സ് ഏത് വന്നു കഴിഞ്ഞാലും കുഴപ്പമില്ല. കാരണം v1 v2 ഏത് വന്നു കഴിഞ്ഞാലും ഡോട്ട് പ്രൊഡക്റ്റ് എടുക്കുമ്പോൾ 0 ആയി പോകും. ആൻഡ് ലാസ്റ്റ് കമ്പോണൻറ്റ് മസ്റ്റായിട്ട് എന്ത് വരണം, 0 ആണ്. എന്നാലുള്ളൂ ഈ പീനോട് ഡോട്ട് പ്രൊഡക്റ്റ് എടുക്കുമ്പോൾ എന്തായിട്ട് പോവുക, 0 ആയിട്ട് പോവുക. അപ്പം അങ്ങനെ ഓർത്തോഗണലാണ് നമുക്കറിയാം. ആ ആവുന്ന രീതിയിലൊരു വി എന്ന് പറയുന്ന വെക്ടർ നമ്മൾ ചൂസ് ചെയ്യും. ഓക്കെ, അപ്പോൾ ആ വീൻ്റെ ഫോം എങ്ങനെയാണ്, v1 v2 0. ഇതാണ് നമ്മളെ വെക്ടർ വി എന്ന് പറയുന്ന അല്ലെങ്കിൽ ടാൻജൻറ്റ് എന്ന് പറയുന്ന വെക്ടർ. ഇനി നമുക്കത് എന്ത് കൊടുക്കാം, ഇക്വേഷനകത്ത് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കൊടുക്കാം. എൽ പി ഓഫ് വി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മൈനസ് ഡെൽ വി എന്നാണ്. എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് 3 R3 ആയതുകൊണ്ട് തന്നെ N1 N2 N3 പറയുന്ന 3 കമ്പോണൻറ്റ്സ് വരും. അത് ഓരോന്നായിട്ട് കൊടുക്കാം. പി എന്ന് പറഞ്ഞ പോയിന്റിലായതുകൊണ്ട് തന്നെ മൈനസ് പുറത്തുണ്ട്, പി ഡെൽ വി N1 ഡെൽ വി N2 ഡെൽ വി N3 3 കമ്പോണൻറ്റ്സ് ആയിട്ട് കൊടുത്തു. ഇനി N1 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താ, N1 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താ, ഫസ്റ്റ് കമ്പോണൻറ്റ് -x1 ബൈ നോം പി. N2 പറഞ്ഞു കഴിഞ്ഞാൽ x2 ബൈ നോം പി. N3 പറഞ്ഞാൽ x3 ബൈ നോം പി. അത് നമ്മളിവിടെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് N1 N2 N3ക്ക് പകരം. ഇനി നോം പിൻ്റെ വാല്യൂ 1 ആണ് നമ്മൾ കണ്ടുപിടിച്ചിട്ടുണ്ട്, അതും സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കൊടുത്തു. ഓക്കെ, ഇനിയിപ്പോൾ നമുക്ക് അതിൽ ഓരോ കമ്പോണൻസും കാണണം. ഡെൽ വി x1 കാണണം, ഡെൽ വി x2 ഡെൽ വി x3 എല്ലാം കാണണം. അപ്പോൾ അതിനകത്ത് ആദ്യം നമുക്കറിയാം ഡെൽ വി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്, ഡെൽ ഓഫ് x1 ഡോട്ട് വി വരും. അപ്പോൾ ഡെൽ ഓഫ് -x നമുക്ക് കാണേണ്ട ഡെൽ വി -x1 ആണ്. അതിൻ്റെ ഇക്വേഷൻ നമുക്കറിയാം, ഡെൽ ഓഫ് -x1 ഡോട്ട് വി. -x1 എന്ന് പറയുമ്പോൾ ഫസ്റ്റ് വൺ, അതായത് പാർഷ്യൽ ഡെറിവേറ്റീവ് ആണല്ലേ. ഡെൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്കറിയാം R3-നകത്താണ്. അപ്പോൾ 3 കമ്പോണൻറ്റ്സ് x1 x2 x3 വരും. അപ്പോൾ അതുകൊണ്ട് തന്നെ -x1 വിത്ത് റെസ്പെക്ട് ടു x1 ഡെറിവേറ്റ് ചെയ്യുമ്പോൾ -1 വരും, x2 ചെയ്യുമ്പോൾ 0 വരും, x3 ചെയ്യുമ്പം 0 വരും. അതുകൊണ്ടാണ് ഇവിടെ എന്തായിട്ടുള്ളത്, -1 0 0 0 ആയിട്ടുള്ളത്. ഇനി ഡോട്ട് വി എന്ന് പറയുന്നത് നമുക്കറിയാം v1 v2 0 എന്ന് പറഞ്ഞ ഫോമിലാണ് നമ്മൾ വി എടുത്തിട്ടുള്ളത്. ഇനി ഇതിന് ഡോട്ട് പ്രൊഡക്റ്റ് ചെയ്യുമ്പോൾ -v1 വരും. സിമിലർലി നമുക്ക് എന്ത് കാണാം, ഡെൽ വി x2 ഡോട്ട് വി വരും. അതിൽ ഇത് ചെയ്യുമ്പോൾ എങ്ങനെ വരും, വിത്ത് റെസ്പെക്ട് ടു x1 ചെയ്യുമ്പം x2നെ x1 ഡെറിവേറ്റ് ചെയ്താൽ 0 അല്ലേ, പാർഷ്യൽ ഡെറിവേറ്റീവ്സ് ഫസ്റ്റ് 0 വരും. നെക്സ്റ്റ് x2 ചെയ്ത് കഴിഞ്ഞാൽ 1 വരും, x3 ചെയ്യുമ്പോൾ നമുക്ക് 0 വരും. ഡോട്ട് വി എന്ന് പറഞ്ഞ വെക്ടർ. അപ്പോൾ നമുക്ക് ആൻസർ അത് ഡോട്ട് പ്രൊഡക്റ്റ് ചെയ്ത് വരുമ്പോൾ v2 ഡോട്ട് 1 മാത്രം, ബാക്കിയെല്ലാം 0 ആണ്. സോ v2 വരും. അങ്ങനെ ഡെൽ വി x3യും കാണുക. അങ്ങനെ ചെയ്യുമ്പോൾ നമുക്ക് ഈ ഇതെന്തായിട്ട് മാറി, റൈറ്റ് സൈഡ് എന്തായിട്ട് മാറി, ഓരോന്നിൻ്റെ വാല്യൂ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുമ്പോൾ മൈനസ് പുറത്തുണ്ട്, പി -v1 v2 0 ആയിട്ട് മാറി. ഇതിപ്പോൾ കിട്ടിയിട്ടുള്ളത് ആരാണ്, എൽ പി വി ആണ്, അതായത് നമ്മുടെ വെയിൻ കാട്ട മാപ്പ്. ഇനി കർവേച്ചർ കാണണമെന്നുണ്ടെങ്കിൽ എൽ പി വി ഡോട്ട് വി കാണണം. അപ്പോൾ ഇതിനെ വീണ്ടും ഡോട്ട് പ്രൊഡക്റ്റ് എടുക്കണം. അങ്ങനെ നമ്മൾ ഡോട്ട് പ്രൊഡക്റ്റ് എടുക്കുമ്പം എൽ പി വി ഇവിടെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കൊടുത്തു. അതിന് ശേഷം വി എന്ന് പറഞ്ഞ വെക്ടറും നമ്മൾ കൊടുത്തിട്ടുണ്ട്. അത് രണ്ടും ചെയ്തിട്ട് ഡോട്ട് പ്രൊഡക്റ്റ് എടുക്കുക, കറസ്പോണ്ടിങ് കമ്പോണൻസ് മൾട്ടിപ്ലൈ ചെയ്യുക.
നമുക്ക് v1² മൈനസ് v2² കിട്ടി. ഇതാണ് എന്ത് കർവേച്ചർ. ഓക്കെ, ഇതാണ് കർവേച്ചർ. ഇനി ജസ്റ്റ് നമുക്ക് വിക്ക് ഓരോ വാല്യൂസ് നമ്മൾ ജസ്റ്റ് ഇട്ട് കൊടുത്തു നോക്കുക. വി എന്ന് പറയുന്നത് ഈ വെക്ടർ ആകുമ്പോൾ, അതായത് നമ്മൾ സ്റ്റാൻഡേർഡ് ബേസിസ് ഒക്കെ എടുക്കാറുണ്ടല്ലോ 1 0 0, അപ്പം അതാവുമ്പം എന്താണ് കർവേച്ചർ, അത് ജസ്റ്റ് നമ്മൾ അതിൻ്റെ ഒന്നും ആവശ്യകതയില്ല. കർവേച്ചർ കാണാൻ പറഞ്ഞു കഴിഞ്ഞാൽ ഇത്രയും കണ്ടുവച്ചാൽ മതി. കെ ഓഫ് വി ഈസ് ഈക്വൽ ടു എൽ പി ഓഫ് വി ഡോട്ട് വി. ജസ്റ്റ് ആ ഇക്വേഷൻ ഓർക്കുക, അത് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുക, അത്രയേ ഉള്ളൂ. ഇനി നെക്സ്റ്റ് വരുന്ന ഒരു തിയറമാണ്. അത്ര തന്നെ അങ്ങോട്ട് ഇമ്പോർട്ടൻ്റ് അല്ല, എന്നാലും പെട്ടെന്നൊന്ന് പറഞ്ഞിട്ട് പോവാം. ഓക്കെ, ജസ്റ്റ് നമുക്കറിയാം ലീനിയറിൽ പറയുമ്പോൾ ഒരു വെക്റ്റർ സ്പേസ് ഒരു ലീനിയർ ട്രാൻസ്ഫോർമേഷൻ പറയുകയാണെങ്കിൽ ഒബ്വിയസ് ആയിട്ട് അവിടെ എന്തുണ്ടായിരിക്കും, ബേസിസ് ഉണ്ടായിരിക്കും, ഓർത്തോനോമൽ ബേസിസ് എക്സിസ്റ്റ് ചെയ്യും. അത് ഇവിടുത്തെ കേസിലും ഉണ്ട് എന്നുള്ളതാണ് പറയണത്. തിയറം വായിക്കാൻ. ലെറ്റ് വി ബി എ ഫൈനൈറ്റ് ഡയമെൻഷൻ വെക്ടർ സ്പേസ് വിത്ത് ഡോട്ട് പ്രൊഡക്റ്റ് ആൻഡ് ലെറ്റ് എൽ എന്ന് പറയുന്നത് വിന്ന് വിയിലേക്കുള്ള ഒരു സെൽഫ് അഡ്ജോയിൻ ലീനിയർ ട്രാൻസ്ഫോർമേഷൻ ആണെന്നുണ്ടെങ്കിൽ, സെൽഫ് അഡ്ജോയിൻ മസ്റ്റാണ്. അത് കാരണം അതുണ്ടെങ്കിലേ ഉള്ളൂ നമുക്ക് ഇടയിൽ കുറച്ച് സ്റ്റെപ്സ് നമ്മൾ യൂസ് ചെയ്യുന്നുണ്ട്. സോ സെൽഫ് അഡ്ജോയിൻ ആയിട്ടുള്ള ലീനിയർ ട്രാൻസ്ഫോർമേഷൻ ആണെന്നുണ്ടെങ്കിൽ അവിടെ ഒരു ഓർത്തോനോമൽ എന്തായാലും എക്സിസ്റ്റ് ചെയ്യും, കൺസിസ്റ്റിംഗ് ഓഫ് ഏഗൺ വെക്ടേഴ്സ് ഓഫ് എൽ. ഏഗൺ വെക്ടേഴ്സ് നമുക്കറിയാം, ലീനിയർ ട്രാൻസ്ഫോർമേഷൻ ഉണ്ടെങ്കിൽ അവിടെ ഏഗൺ വാല്യൂസ് ഉണ്ടായിരിക്കും, ഏഗൺ വെക്ടേഴ്സ് ഉണ്ടായിരിക്കും. ഇപ്പം എൽ എന്ന് പറയുന്ന ഒരു ലീനിയർ ട്രാൻസ്ഫോർമേഷൻ ആണെന്ന് വിചാരിച്ചോ. അങ്ങനെയാണെങ്കിൽ എൽ ഓഫ് വിനെ നമുക്ക് ലാംഡ വി എന്ന് എഴുതാൻ പറ്റും. ലാംഡ വി വൺ സംതിങ് എന്ത് വി എന്ന് പറഞ്ഞൊരു വെക്ടർ എടുക്കുകയാണെന്നുണ്ടെങ്കിൽ ലാംഡ എന്ന് പറയുന്നത് ഏഗൺ വാല്യൂ ആയിട്ട് നമ്മൾ പറയും. കറസ്പോണ്ടിങ് ഏഗൺ വെക്ടേഴ്സൊക്കെ നമ്മൾ ലീനിയറിൽ ഏഗൺ വാല്യൂസും ഏഗൺ വെക്ടേഴ്സും മാട്രിക്സ് ഒക്കെ വെച്ചിട്ട് കണ്ടുപിടിച്ചിട്ടുണ്ടല്ലേ. അപ്പോൾ അതുപോലെ ഏഗൺ വെക്ടേഴ്സ് കൺസിസ്റ്റ് ചെയ്യുന്ന രീതി നമുക്ക് ഓർത്തോനോമൽ ബേസിസ് ഉണ്ടാവും എന്നുള്ളത് നമുക്ക് പ്രൂവ് ചെയ്യണം. അപ്പോൾ ഈ പ്രൂഫ് പോകുന്ന മാത്തമാറ്റിക്കൽ ഇൻഡക്ഷനാണ്. സിമ്പിൾ സംഭവമാണ്. ഇൻഡക്ഷനിലാണ് പ്രൂഫ് പോകുന്നത്. ഓക്കെ, ഫസ്റ്റ് നമ്മൾ ഇൻഡക്ഷൻ കൊടുക്കുന്ന എവിടെ വെച്ച് കഴിഞ്ഞാൽ ഡയമെൻഷൻ ഓഫ് വിക്കാണ്. വി എന്ന് പറയുന്ന ഫൈനൈറ്റ് ഡയമെൻഷൻ വെക്ടർ സ്പേസ് ആണല്ലോ എടുത്തിട്ടുള്ളത്. ഇപ്പോൾ സം ഫൈനൈറ്റ് എൻ ഡയമെൻഷനിലായിരിക്കും സാധനം. അപ്പോൾ എന്തായാലും അതിൽ ഓരോ ഡയമെൻഷനിലാണ് നമ്മൾ എന്ത് കൊടുക്കുന്നത്, ഇൻഡക്ഷൻ അപ്ലൈ ചെയ്യുന്നത്. ആദ്യം n = 1 ആവുന്ന കേസ് നമ്മൾ കൊടുക്കും, 1 ഡയമെൻഷനൽ സ്പേസ് ആകുമ്പോൾ കൊടുക്കും. അപ്പോൾ വി എന്ന് പറയുന്നത് ഏഗൺ വെക്ടർ ആയിട്ട് നമ്മൾ ചൂസ് ചെയ്യണം. എന്തായാലും വെക്ടർ സ്പേസ് ആണ്. സോ നമുക്ക് എന്ത് പറയാൻ പറ്റും, ഏഗൺ ലീനിയർ ട്രാൻസ്ഫോർമേഷൻ എൽ എന്ന് പറയുന്ന ലീനിയർ ട്രാൻസ്ഫോർമേഷൻ്റെ കറസ്പോണ്ടിങ് ആയിട്ട് ഏഗൺ വെക്ടറിനെ നമ്മൾ സ്മോൾ വി എന്ന് വിളിച്ചു. ഓക്കെ, സ്മോൾ വി ബി ദ ഏഗൺ വെക്ടർ ഓഫ് ലീനിയർ ട്രാൻസ്ഫോർമേഷൻ എൽ. നമുക്കറിയാം ക്യാപിറ്റൽ വി എന്ന് പറയുന്നത് വെക്ടർ സ്പേസ് ഓഫ് ഡയമെൻഷൻ 1 ആണ്. കാരണം n = 1 ആവുന്ന കേസല്ലേ. അപ്പം ഒരു ഏഗൺ വെക്ടർ നമ്മുടെ കയ്യിലുണ്ട് ഇനി. അപ്പോൾ അതെന്തായാലും 1 ഡയമെൻഷനിലാവുമ്പോൾ നമുക്ക് എത്ര എലമെൻറ്റ് മതി, ഒരു എലമെൻറ്റ് കൊണ്ട് നമുക്കതിനെ സ്പാൻ ചെയ്യാൻ പറ്റും. തന്നിട്ടുള്ള സിംഗിൾ ഏഗൺ വെക്ടർ ആയതുകൊണ്ട് തന്നെ നമുക്കതിനെ സ്പാൻ ചെയ്യാൻ പറ്റും. പിന്നെ ഒരൊറ്റ ആളുള്ളതുകൊണ്ട് അത് ലീനിയർലി ഇൻഡിപെൻഡൻ്റ് ആണ്. സോ നമുക്ക് വി എന്ന് പറയുന്നത് ബേസിസ് ഫോം ചെയ്യും. അല്ലെങ്കിൽ നമുക്കറിയാം ഏഗൺ വെക്ടേഴ്സ് ജോയിൻ ചെയ്ത് കഴിഞ്ഞാൽ ഇവിടെ ഒരാളേ ഉള്ളൂ. സോ നമുക്ക് 1 ഡയമെൻഷനിലുമാണ് സ്പാൻ ചെയ്യാൻ പറ്റും, ലീനിയർലി ഇൻഡിപെൻഡൻ്റ് ആണ്. ആ വി എന്ന് പറയുന്ന ഏഗൺ വെക്ടർ എന്തായിട്ട് ആക്ട് ചെയ്യും, ബേസിസ് ആയിട്ട് ആക്ട് ചെയ്യും. ഇനി സപ്പോസ് നമ്മൾ എടുക്കുന്ന വി എന്ന് പറയുന്നതിൻ്റെ നോം 1 ആണെങ്കിൽ അതെന്തായി, ഓർത്തോനോർമൽ ബേസിസ് തന്നെ ആയി അല്ലേ. ഓർത്തോനോമൽ എന്ന് പറയുമ്പോൾ നമുക്ക് ജസ്റ്റ് ബേസിസിൽ നിന്ന് ഓർത്തോനോമലിൽ എത്താൻ ആകെ എന്ത് നോക്കിയാൽ മതി, നോം 1 ആണോ, യൂണിറ്റ് മോഡുലസ് യൂണിറ്റ് ആണ്, യൂണിറ്റ് വെക്ടർ ആണെന്ന് മാത്രം നോക്കിയാൽ മതി. സോ നോം വി 1 ആണെങ്കിൽ അത് ഓർത്തോനോമൽ ബേസിസ് ആയി. ഇനി സപ്പോസ് അത് നോം വി 1 അല്ല എന്ന് വിചാരിക്കുക. അങ്ങനെയാണെങ്കിൽ നമുക്ക് ഓർത്തോനോമൽ അല്ലെങ്കിൽ നോർമലൈസ് ചെയ്യാൻ അല്ലെങ്കിൽ യൂണിറ്റ് വെക്ടർ ആക്കാൻ വേണ്ടിയിട്ട് നമ്മൾ എന്താ ചെയ്യാറ്, ആ വെക്ടറിനെ ഡിവൈഡഡ് ബൈ അതിൻ്റെ നോം ചെയ്യും. അപ്പോൾ അതെന്തായിട്ട് മാറും, മോഡുലസ് യൂണിറ്റ് അല്ലെങ്കിൽ നോം 1 ആയിട്ട് മാറും. അപ്പം വി ബൈ നോം വി എന്തായിരിക്കും, നോം വി 1 അല്ല എന്നുണ്ടെങ്കിൽ നമുക്ക് ഈ ഒരു വെക്ടർ ഉണ്ടാവുമല്ലോ, അതെന്തായി, യൂണിറ്റ് വെക്ടറായി. അപ്പോൾ അത് ഓർത്തോനോമൽ ബേസിസ്. അപ്പോൾ ഈ വെക്ടർ കൊണ്ട് നമുക്ക് എന്താക്കാൻ പറ്റും, ഓർത്തോനോമൽ ബേസിസ് പറയാൻ പറ്റും. അപ്പോൾ എന്തായാലും n = 1 ആവുന്ന കേസിൽ ഇതേപോലത്തെ ഓർത്തോനോമൽ ബേസിസ് എക്സിസ്റ്റ് ചെയ്യുന്നുണ്ട് എന്നായി. ഇനി നമ്മൾ എന്ത് ചെയ്യും, ഇൻഡക്ഷൻ ആണല്ലോ, n = kക്ക് നമ്മൾ എക്സിസ്റ്റ് ചെയ്യുന്നുണ്ടെന്ന് നമ്മൾ അസ്യൂം ചെയ്ത് വെച്ചു. n = kക്ക് ഇത് ട്രൂ ആണെന്ന് അസ്യൂം ചെയ്ത് വെച്ചു, ഓർത്തോനോമൽ ബേസിസ് എക്സിസ്റ്റ് ചെയ്യുന്നുണ്ട്. സോ നെക്സ്റ്റ് നമ്മൾ പറയുന്നത് n = k+1 ആവുന്ന സമയത്ത് ഉണ്ടെന്ന് നമുക്ക് പ്രൂവ് ചെയ്യണം. അതിനെതിരെ കുറച്ച് മുന്നേ ഉണ്ടായിരുന്നൊരു ലെമ്മ ഉണ്ട്, അതൊന്നും അത്ര ഇമ്പോർട്ടൻ്റ് അല്ല. ലെങ്ത് ഇങ്ങനെ ലെമ്മ തന്നെ ഏകദേശം ഒരു ഹാഫ് പേജ് വരുന്നൊരു ഇതാണ്. അത് ഇവിടെയാണ് അപ്ലൈ ചെയ്യുന്നതെന്ന് മാത്രം. അതുകൊണ്ട് തന്നെ നമുക്ക് ലെമ്മയായിട്ട് അത് ചോദിക്കില്ല, അത്രയും ലെങ്തിയറാണ് അതിൻ്റെ സ്റ്റേറ്റ്മെൻറ്റ് പോലും.
അത് ജസ്റ്റ് ഒന്നുമില്ല, ഇങ്ങനെ ലീനിയർ ട്രാൻസ്ഫോർമേഷൻ ഉണ്ടെന്നുണ്ടെങ്കിൽ ലെമ്മ പറയണത് എങ്ങനെ വെച്ച് കഴിഞ്ഞാൽ അവിടെ ഒരു യൂണിറ്റ് വെക്ടർ V1 എന്ന് പറയുന്ന ഒരു യൂണിറ്റ് വെക്ടർ ഉണ്ടായിരിക്കും, വിച്ച് ഈസ് ദ ഏഗൺ വെക്ടർ ഓഫ് എൽ. അതായത് ഏഗൺ വെക്ടർ ഏഗൺ വെക്ടറിൻ്റെ എക്സിസ്റ്റൻസ് ആണ് പറയുന്നത്. അപ്പോൾ V1 എന്ന് പറയുന്ന ഒരു ഏഗൺ വെക്ടർ അവിടെ എക്സിസ്റ്റ് ചെയ്യുന്നുണ്ടെന്ന് പറയുന്നുണ്ട്. അപ്പോൾ ആ വെക്ടറിനെ നമ്മൾ V1 എന്ന് ഡിനോട്ട് ചെയ്യുന്നുണ്ട്. നെക്സ്റ്റ് നമ്മൾ എടുക്കുന്നത് W എന്ന് പറയുന്ന ഒരു വെക്ടർ സബ്സ്പേസ് ഓഫ് വിൻ്റെ നമ്മളെടുത്തിട്ടുള്ള ഫൈനൈറ്റ് ഡയമെൻഷണൽ വെക്ടർ സ്പേസ് ഉണ്ടല്ലോ, ആ വെക്ടർ സ്പേസിൻ്റെ ജസ്റ്റ് ഒരു സബ്സ്പേസ് ആയിട്ട് W നെ ചൂസ് ചെയ്തു. ആ W എന്ന് പറയുന്നത് V1 പെർപ്പാണ്. നമ്മൾ ഓൾറെഡി ചൂസ് ചെയ്തിട്ടുള്ള ഏഗൺ വെക്ടർ ഉണ്ട് കുഞ്ഞ് V1. ലെമ്മ പ്രകാരം നമ്മൾ പറഞ്ഞു അവിടെ ഒരു ഏഗൺ വെക്ടർ ഉണ്ടെന്ന് നമുക്കറിയാം. സോ ആ V1ൻ്റെ പെർപ്പായിട്ട് നമ്മൾ എന്തെടുത്തു, W എന്ന് പറയുന്ന സ്പേസ് എടുത്തു. ക്ലിയർ? V1 എന്ന് പറയുമ്പോൾ ഒറ്റൊരു വെക്ടറാണ്, ഇത് 1 ഡയമെൻഷനിലാണ്. ആ 1 ഡയമെൻഷനുള്ള സാധനത്തിൻ്റെ പെർപ്പാണ്. അപ്പോൾ അത് n-1 ഡയമെൻഷൻ ഉള്ളതായിരിക്കും ആര് വരിക, W വരിക. അപ്പോൾ W എന്ന് പറയുന്ന സ്പേസ് നമ്മൾ എടുത്തിട്ടുണ്ട്. ഇനി നമ്മൾ അടുത്തൊരു W പറഞ്ഞ സ്പേസിലത്തെ എലമെൻ്റ് ആയിരിക്കും, വെക്ടർ ആയിരിക്കും സ്മോൾ w. അതിൻ്റെ L ഓഫ് W ഡോട്ട് V കാണാനാണ്. L എന്ന് പറയുന്നത് ലീനിയർ ട്രാൻസ്ഫോർമേഷൻ ആണല്ലോ. L ഓഫ് W ഡോട്ട് V ഒന്ന് കണ്ടു നോക്കാം. സെൽഫ് അഡ്ജോയിൻ്റ് ആയതുകൊണ്ട് നമുക്കതിനെ ഇങ്ങനെ മാറ്റി എഴുതാം. അതുകൊണ്ടാണ് പറഞ്ഞ ആ സ്റ്റേറ്റ്മെൻറ്റിൽ സെൽഫ് അഡ്ജോയിൻ്റ് ഇമ്പോർട്ടൻ്റ് ആണ്. W ഡോട്ട് L ഓഫ് V1 എന്നുള്ള രീതിയിൽ നമുക്ക് എഴുതാൻ കഴിയും. ഓക്കെ, ഇനി L ഓഫ് V1 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്, V1 എന്ന് പറയുന്നത് ഏഗൺ വെക്ടർ ആണെന്ന് പറഞ്ഞു. അതിൻ്റെ കറസ്പോണ്ടിങ് ഏഗൺ വാല്യൂവിനെ നമ്മൾ λ1 ആയിട്ട് കൺസിഡർ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് L ഓഫ് V1 എങ്ങനെ എഴുതാം, λ1 ഇൻറ്റു V1 എന്നുള്ള രീതിക്ക് എഴുതാൻ പറ്റും. ഇനി ആ ലാംഡേനെ നമ്മൾ ഫസ്റ്റ് എഴുതിയിട്ട് എഴുതി കഴിഞ്ഞാൽ നമുക്ക് എന്ത് കിട്ടി, W ഡോട്ട് V1 കിട്ടി. നമുക്കറിയാം W എവിടെ ഉള്ള ആളാണ്, V1 പെർപ്പിലുള്ള ആളാണ്. V1 പെർപ്പത്തെ ആളും V1 കൂടി എടുത്തു കഴിഞ്ഞാൽ എന്തായാലും ഡോട്ട് പ്രൊഡക്റ്റ് എടുക്കുമ്പോൾ പെർപെൻഡിക്കുലർ ആയതുകൊണ്ട് അവർ 0 ആയിട്ട് പോകും. സോ ഇത് നമുക്ക് എന്ത് കിട്ടി, 0 ആയിട്ട് കിട്ടി. അതായത് ഇത് മീൻ ചെയ്യുന്നത് എന്താ, നമ്മളെടുത്ത W എടുത്തിട്ടുള്ളത് V1 പെർപ്പിലാണ്. ഇപ്പം നമുക്ക് L ഓഫ് W എവിടെ തന്നെ കിട്ടി, V1 പെർപ്പിൽ തന്നെ കിട്ടി. അതായത് ആ W പറഞ്ഞ സ്പേസിൽ തന്നെ കിട്ടി. അതായത് ഈ എല്ലിനെ നമ്മൾ W എന്ന് പറഞ്ഞ സബ് സ്പേസിലേക്ക് റെസ്ട്രിക്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ അതിന് W ഇമേജ് കിടക്കുന്നതും എവിടെ തന്നെ ആയിരിക്കും, W തന്നെ ആയിരിക്കും. ഇൻറ്റു ആ W നിന്ന് Wയിലേക്ക് തന്നെ മാപ്പ് ചെയ്യുന്നുണ്ട് L എന്നാണ് പറയുന്നത്. അതായത് പുറത്തേക്ക് പോകുന്നില്ല. ഇപ്പോൾ W എന്ന് പറയുന്നത് നമുക്ക് V എന്ന് പറഞ്ഞ സ്പേസ് മൊത്തം ഇല്ല, അതിൽ കുഞ്ഞൊരു ഭാഗം മാത്രമേ ഉള്ളൂ. പക്ഷേ ആ കുഞ്ഞ് അല്ലെങ്കിൽ ആ ഒരു സബ് സ്പേസിൽ നിന്ന് നമുക്ക് എല്ലിനെ നമ്മൾ Wയിലേക്ക് റെസ്ട്രിക്റ്റ് ചെയ്യണം. Wത്തെ ആൾക്കാരെ മാത്രം എടുത്തിട്ട് നമ്മൾ മാപ്പ് L നോക്കി കഴിയുമ്പോൾ അത് W തന്നെയാണ് ചെന്ന് കിടക്കുന്നത്. ഈ എല്ലിന് നമ്മൾക്ക് Wയിലേക്ക് റെസ്ട്രിക്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ W ടു W അത് ഇൻറ്റു തന്നെയാണ് എന്നുള്ളതാണ് പറയേണ്ടത്. അങ്ങനെയാണെങ്കിൽ നമുക്ക് അവിടെ എന്ത് അപ്ലൈ ചെയ്യാം, ഈ പറയുന്ന താഴെ കൊടുത്തിട്ടുള്ള ഇക്വേഷൻ നമുക്ക് അപ്ലൈ ചെയ്യാൻ പറ്റും. ലീനിയറിൽ ഒരുപാട് തവണ നമ്മൾ പഠിച്ച സാധനമാണ് ഇത്. ഡയമെൻഷൻ ഓഫ് V ഈസ് ഈക്വൽ ടു ഡയമെൻഷൻ ഓഫ് W പ്ലസ് ഡയമെൻഷൻ ഓഫ് W പെർപ്പ് എന്ന് പറയുന്നത് അല്ലേ. അപ്പം അതിൽ നമുക്ക് ഡയമെൻഷൻ ഓഫ് W, അതുകൊണ്ട് നമുക്ക് ഈ ഒരു ഇതിനെ ചെറുതായിട്ടൊന്ന് റീഅറേഞ്ച് ചെയ്ത് കഴിഞ്ഞാൽ W പെർപ്പിനെ നമുക്ക് റൈറ്റ് സൈഡിലേക്ക് കൊണ്ടുപോയാൽ ഡയമെൻഷൻ ഓഫ് V മൈനസ് ഡയമെൻഷൻ ഓഫ് W പെർപ്പ് വരും. വിൻ്റെ ഡയമെൻഷൻ ഇപ്പോൾ നമ്മൾ എടുത്തിട്ടുള്ളത് n ഈക്വൽ ടു K+1 ആണ്. K+1 അപ്ലൈ ചെയ്തു. W പെർപ്പിൻ്റെ ഡയമെൻഷൻ എന്തായിരിക്കും, 1 ആയിരിക്കും വരിക. കാരണം W എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ V1 പെർപ്പാണ്. അതിൻ്റെ ഹോൾ പെർപ്പ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ജസ്റ്റ് V1 സ്പാൻ ചെയ്യുന്ന ആളാണ്. V1 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒറ്റ എലമെൻ്റാണ്. സോ ഒരു എലമെൻ്റ് കൊണ്ട് സ്പാൻ ചെയ്യുക പറഞ്ഞു കഴിഞ്ഞാൽ ഡയമെൻഷൻ എന്താണ്, 1 ആണ്. അപ്പോൾ ഇത് ചെയ്യുമ്പോൾ നമുക്ക് ആൻസർ എന്ത് വരും, K വരും. അതായത് ഡയമെൻഷൻ ഓഫ് W എന്താണ്, K ആണ്. K ആണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഡയമെൻഷൻ W K ആണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് അസംഷൻ എന്തുണ്ട്, ഏത് വെക്ടർ സ്പേസിൻ്റെയും ഡയമെൻഷൻ K ആണെന്നുണ്ടെങ്കിൽ ഇപ്പോൾ നമ്മുടെ കയ്യിൽ ഓർത്തോനോർമൽ ബേസിസ് എക്സിസ്റ്റ് ചെയ്യുന്നുണ്ട് നമ്മൾ പറഞ്ഞു വെച്ചിട്ടുണ്ട് ബൈ അസംഷൻ. അപ്പോൾ നമുക്ക് ആ ബേസിസിന് നമ്മൾ V2 V3 എക്സെട്ര V1 നമ്മൾ ഓൾറെഡി എടുത്തുകൊണ്ട് V2 V3 VK+1 എന്ന് പറയുന്നത് ഓർത്തോനോമൽ ബേസിസ് ആയിട്ട് എടുത്തു. ഇനി നമ്മൾ അതിപ്പോൾ ആരുടെ ബേസിസാണ്, എല്ലിൻ്റെ അല്ല, L റെസ്ട്രിക്റ്റഡ് ടു Wൻ്റെ ബേസിസ് ആണല്ലേ. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ ഈ എലമെൻറ്റ്സ് എന്തായാലും ലീനിയർലി ഇൻഡിപെൻഡൻ്റ് ആണല്ലോ ഓൾറെഡി. അതിൽ V1 കൂടി ആഡ് ചെയ്ത് കഴിഞ്ഞാൽ അത് ആരുടെ ബേസിസ് ആയിട്ട് മാറും, എല്ലിൻ്റെ. L റെസ്ട്രിക്റ്റഡ് ടു W അല്ല, ലീനിയർ ട്രാൻസ്ഫോർമേഷൻ എല്ലിൻ്റെ ഓർത്തോനോമൽ ബേസിസ് ആയിട്ട് മാറും. കാരണം എന്താ, L റെസ്ട്രിക്റ്റഡ് Wയിൽ ഇത് ഓൾറെഡി ബേസിസ് ആണ്. അപ്പോൾ പിന്നെ എന്തായാലും ക്യാപിറ്റൽ L എടുത്തു കഴിഞ്ഞാൽ അത് ലീനിയർലി ഇൻഡിപെൻഡൻ്റ് ആയിരിക്കും. V1 കൂടി വന്നു കഴിഞ്ഞാൽ അത് സ്പാനിങ്ങുമായി. അപ്പോൾ V1 V2 എക്സെട്ര VK+1 എന്ന് പറയുന്നത് നമ്മുടെ ലീനിയർ ട്രാൻസ്ഫോർമേഷൻ എല്ലിൻ്റെ ഓർത്തോനോമൽ ബേസിസ് ആണെന്ന് കിട്ടി. ഓക്കെ,
അപ്പോൾ ഇത് അത്ര തന്നെ ഇമ്പോർട്ടൻ്റ് അല്ല. ഇനിയിപ്പോൾ ആണെങ്കിൽ കൂടി ഭയങ്കര സിമ്പിളായിട്ടുള്ള പ്രൂഫാണ്. ജസ്റ്റ് എന്താ പറയുക, ഇൻഡക്ഷൻ അപ്ലൈ ചെയ്യുന്നേ ഉള്ളൂ. ഇനി ഞാൻ നേരത്തെ പറഞ്ഞില്ലേ, വെറും നോർമൽ കർവേച്ചർ മാത്രമല്ല പ്രിൻസിപ്പൽ കർവേച്ചറൊക്കെ ഉണ്ടെന്നുള്ളത്. അതിൻ്റെ ഒരു ചെറിയൊരു ഇതാണ് പറയുന്നത്. ഇപ്പോൾ ഇവിടെ നമ്മൾ ഈ സാധാരണ പറയുന്ന വെയിൻ കർട്ടൻ മാപ്പാണ് എടുക്കണമെന്നുണ്ടെങ്കിൽ എൽ പിന് നമുക്ക് K(V) എന്ന് പറഞ്ഞ രൂപത്തിൽ എഴുതാമെന്ന് പറഞ്ഞില്ലേ. അത് പറഞ്ഞു കഴിഞ്ഞാൽ അവിടുത്തെ സ്കെയിലാർ ആരാണ്? സാധാരണ ലീനിയർ ട്രാൻസ്ഫോർമേഷൻ LV നമ്മൾ λV എന്ന് പറഞ്ഞ LV λV എന്ന് പറഞ്ഞ് എഴുതുക. ഈ ലാംഡയാണ് എയ്ഗൺ വാല്യൂ. അപ്പോൾ ഇവിടുത്തെ കർവേച്ചറാണ് ഇവിടുത്തെ എയ്ഗൺ വാല്യൂ ആയിട്ട് വരുന്നത്. അപ്പം പ്രിൻസിപ്പൽ കർവേച്ചർ എന്ന് പറയുമ്പോൾ എൻ സർഫസ് ആണെന്നുണ്ടെങ്കിൽ നമുക്ക് എത്ര എയ്ഗൺ വാല്യൂസ് കിട്ടും? n എയ്ഗൺ വാല്യൂസ് കിട്ടും. അപ്പോൾ K1 K2 എക്സെട്ര Kn(P) എന്ന് പറയുന്നത് നമ്മൾ വെയിൻ കർട്ടൻ മാപ്പിൻ്റെ എയ്ഗൺ വാല്യൂസ് ആണ്. LP എന്ന് പറഞ്ഞ വെയിൻ കർട്ടൻ മാപ്പ് എടുത്തു കഴിഞ്ഞാൽ കറസ്പോണ്ടിങ് ആയിട്ടുള്ള എയ്ഗൺ വാല്യൂസ് ആണ് K1 K2 Kn(P) എന്ന് പറയുന്നത്. ആ എയ്ഗൺ വാല്യൂസിനാണ് നമ്മൾ എന്ത് പറയുന്നത്? പ്രിൻസിപ്പൽ കർവേച്ചർ എന്ന് പറയുന്നത്. പെർട്ടിക്കുലർ ആയിട്ട് ആരെടുത്തു കഴിഞ്ഞാൽ എൻ സർഫസിൽ വെയിൻ കർട്ടൻ മാപ്പ് എടുക്കുമ്പം അവിടെ കിട്ടുന്ന എയ്ഗൺ വാല്യൂസിനെയാണ് പ്രിൻസിപ്പൽ കർവേച്ചേഴ്സ് എന്ന് പറയുന്നത്. ഓക്കെ, അതിന് കറസ്പോണ്ടിങ് ആയിട്ടുള്ള വെക്ടേഴ്സ് ഉണ്ടല്ലോ, എയ്ഗൺ വാല്യൂസിനെ പ്രിൻസിപ്പൽ കർവേച്ചർ എന്ന് പറയും. കറസ്പോണ്ടിങ് എയ്ഗൺ വെക്ടേഴ്സിനെ പ്രിൻസിപ്പൽ കർവേച്ചർ ഡയറക്ഷൻസ് എന്ന് പറയും. അതത്ര തന്നെ യൂസ് ചെയ്യുന്നില്ല, കർവേച്ചറാണ് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളത്. ഇനി നെക്സ്റ്റ് പറയുന്നത് ഒരു ഡെഫിനിഷനാണ്. എന്താണ് ഫണ്ടമെൻ്റൽ ഫോം എന്നുള്ളതാണ്. ഒരു അസോസിയേറ്റഡ് with any self-adjoint linear transformation L from V to V, where V is a vector space with the dot product, is a real valued function Q from V to R defined by Q of V equal to L of V dot V. Another function. അതായത് ലീനിയർ ട്രാൻസ്ഫോർമേഷൻ നമ്മൾ കൺസിഡർ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ അവിടെ നിന്ന് വേറൊരു മാപ്പ് നമുക്ക് ഡിഫൈൻ ചെയ്യാൻ പറ്റും, Q എന്ന് പറഞ്ഞിട്ട്. അത് ഇതേ V എന്ന് പറയുന്ന വെക്ടർ സ്പേസിൽ നിന്ന് റിയൽ നമ്പറിലേക്കുള്ളൊരു ഫംഗ്ഷനാണ്. ഡിഫൈൻ ചെയ്യുന്നത് Q of V is equal to L of V dot V. അതായത് L എന്ന് പറയുന്നത് ഓൾറെഡി ഉള്ള നമ്മുടെ ലീനിയർ ട്രാൻസ്ഫോർമേഷനാണ് വിത്തിൻ ദ സ്പേസ് ക്യാപിറ്റൽ V. ആ വിയിൽ നിന്ന് റിയൽ വാല്യൂഡ് ഫംഗ്ഷൻ ആയിട്ടുള്ള Q ഡിഫൈൻഡ് ബൈ Q of V is equal to L of V dot V. അപ്പം ഈ പറയുന്ന രീതിയിൽ നമ്മളൊരു മാപ്പ് പറയുകയാണെന്നുണ്ടെങ്കിൽ Q എന്ന് പറയുന്ന ഒരു ഫംഗ്ഷൻ പറയുകയാണെന്നുണ്ടെങ്കിൽ ആ Q എന്ന് പറഞ്ഞ ഫംഗ്ഷനാണ് നമ്മൾ ക്വാഡ്രാറ്റിക് ഫോം എന്ന് പറയുന്നത്. അസോസിയേറ്റഡ് വിത്ത് ആരാ? ഈ Q അസോസിയേറ്റ് ചെയ്തിട്ടുള്ള നമ്മൾ ചെയ്തിട്ടുള്ള ആളാണ് L എന്ന് പറയുന്നത്. അപ്പോൾ ഒരു Lന് കറസ്പോണ്ടിങ് ആയിട്ട് ഒരു Q നമുക്ക് അവിടെ പറയാൻ പറ്റും. ഈ Lന് വെച്ചിട്ടായിരിക്കും ഈ Q നിൽക്കുന്നുണ്ടാവുക അല്ലേ. നമുക്കിപ്പോൾ Lൻ്റെ വാല്യൂ മാറുന്നതിനനുസരിച്ചിട്ട് ആ Qൻ്റെ ഇത് മാറും. അപ്പം L എന്ന് പറയുന്ന ലീനിയർ ട്രാൻസ്ഫോർമേഷൻ അസോസിയേറ്റ് ചെയ്തിട്ട് ഒരു ക്വാഡ്രാറ്റിക് ഫോം പറയാൻ പറ്റും, L of V dot V എന്ന് പറയുന്നത്. അതാണ് Lൻ്റെ ക്വാഡ്രാറ്റിക് ഫോം എന്ന് പറയുന്നത്. ഇത് ജനറലി നമ്മളൊരു ലീനിയർ ട്രാൻസ്ഫോർമേഷൻ എടുക്കുമ്പോഴാണ് നമ്മൾ Q എന്ന് ഡിനോട്ട് ചെയ്യുക. ഇനി ഇവിടെ നമ്മൾ യൂസ് ചെയ്യുന്ന ആളാരാണ്? വെയിൻ കർട്ടൻ മാപ്പാണ്. അപ്പോൾ വെയിൻ കർട്ടൻ മാപ്പിന് കറസ്പോണ്ടിങ് ആയിട്ട് ഒരു സ്പെഷ്യൽ സെയിം സാധനം തന്നെയാണ്, ക്വാഡ്രാറ്റിക് ഫോം തന്നെയാണ്, ഇക്വേഷൻ ഇത് തന്നെയാണ്. പക്ഷേ നമ്മൾ നൊട്ടേഷൻ മാത്രം മാറ്റി കൊടുക്കുന്നുണ്ട്. അതായത് ക്വാഡ്രാറ്റിക് ഫോം നമ്മൾ അസോസിയേറ്റ് ചെയ്തിട്ടുള്ളത് LP ആണെന്നാണ്. സാധാരണ ജനറലി ലീനിയർ ട്രാൻസ്ഫോർമേഷൻ നമ്മൾ L എന്ന് പറയും. അതിൽ നമ്മൾ ഡീൽ ചെയ്തുകൊണ്ടിരിക്കുന്ന, നമ്മൾ പഠിച്ചുകൊണ്ടിരിക്കുന്ന ലീനിയർ ട്രാൻസ്ഫോർമേഷനാണ് വെയിൻ കർട്ടൻ മാപ്പ്. അപ്പോൾ നേരത്തെ നമ്മൾ പറഞ്ഞു ജനറലി ഉള്ള കർവേച്ചർ നമ്മൾ പറഞ്ഞു, പക്ഷേ അവിടെ വെയിൻ കർട്ടൻ മാപ്പ് വന്നു കഴിഞ്ഞാൽ എന്താണെന്നുള്ളതും വ്യക്തമാക്കി. അപ്പം അതിന് ശേഷമാണ് പിന്നെ ഇപ്പോൾ ഇവിടെ പറയുന്നത് എന്താ, സാധാരണ ലീനിയർ ട്രാൻസ്ഫോർമേഷൻ പറഞ്ഞു. ആ ലീനിയർ ട്രാൻസ്ഫോർമേഷൻ ആരാകുമ്പോൾ വെയിൻ കർട്ടൻ മാപ്പ് LP ആകുമ്പോൾ നമ്മൾ പറയുന്ന ക്വാഡ്രാറ്റിക് ഫോമിൻ്റെ പേര് സെക്കൻഡ് ഫണ്ടമെൻ്റൽ ഫോം എന്നാണ്. ഓക്കെ, എന്താണ് സെക്കൻഡ് ഫണ്ടമെൻ്റൽ ഫോം? അതിന് നമ്മൾ ഡിനോട്ട് ചെയ്യുന്നത് ക്യാപിറ്റൽ ഇങ്ങനെ ഒരു സ്ക്രിപ്റ്റ് S പോലെ ഇടുക. ഇങ്ങനെയാണ് നൊട്ടേഷൻ വരുന്നത്. SP എന്ന് പറഞ്ഞിട്ടാണ് നൊട്ടേഷൻ. സാധാരണ SP എഴുതരുത്, അത് എന്തായി ടാൻജൻറ്റ് സ്പേസ് ആവും. അപ്പം ഈ S ഒന്ന് കുറച്ച് സ്റ്റൈലാക്കി എഴുതിയിട്ട് SP. ഇതിനെ സെക്കൻഡ് ഫണ്ടമെൻ്റൽ ഫോം എന്ന് പറയും. അതിൻ്റെ ഇക്വേഷൻ എന്ത് തന്നെയാണ്? L of V dot V തന്നെയാണ്. ഇവിടുത്തെ ലീനിയർ ട്രാൻസ്ഫോർമേഷൻ LP ആയതുകൊണ്ട് LP of V dot V എന്ന് വരും. ഓക്കെ, ഇനി നമ്മളിതിന് പഠിച്ചിട്ടുണ്ട് LP of V dot V എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആൽഫ ഡബിൾ ഡോട്ട് ഓഫ് T0 ഡോട്ട് N of P ആണ് നമ്മളൊരു തിയറം. രണ്ട് വീഡിയോയ്ക്ക് മുന്നേ നമ്മൾ പ്രൂവ് ചെയ്തിട്ടുള്ളൊരു തിയറമാണത്, LP of V dot. അത് ഇമ്പോർട്ടൻ്റ്, വളരെ ചെറിയൊരു പ്രൂഫായിരുന്നു, പക്ഷെ കുറേ സ്ഥലത്ത് അപ്ലൈ ചെയ്യുന്നൊരു തിയറം കൂടിയാണ്. LP of V dot V is equal to ആൽഫ ഡബിൾ ഡോട്ട് ഓഫ് T0
ഡോട്ട് എൻ ഓഫ് പി എന്ന് പറയുന്നത്. അപ്പോൾ ഇത് നമുക്ക് എന്തായിട്ട് കൺസിഡർ ചെയ്യാം? സെക്കൻഡ് ഫണ്ടമെൻ്റൽ ഫോമിൻ്റെ ഇക്വേഷനായിട്ട് കൺസിഡർ ചെയ്യാം. ജസ്റ്റ് ക്വാഡ്രാറ്റിക് ഫോം തന്നെയാണ് അസോസിയേറ്റഡ് വിത്ത് ദ വെയിൻഗാർട്ടൻ മാപ്പ് LP. ക്ലിയർ? ഇവിടെ നമുക്ക് അറിയാം ആൽഫ ഓഫ് ടി നോട്ട് നമ്മൾ എന്തായിട്ട് എടുക്കാറ്? പി ആയിട്ടും ആൽഫ ഡോട്ട് ഓഫ് ടി നോട്ടിന് നമ്മൾ വെലോസിറ്റി വെക്ടർ അല്ലെങ്കിൽ ടാൻജൻറ്റ് വി ആയിട്ടൊക്കെയാണ് ചൂസ് ചെയ്യാറ്. നമുക്ക് അറിയുന്ന ഡെഫിനിഷനാണ്. ഇനി പെർട്ടിക്കുലറായിട്ട് നമ്മൾ നോമ് വീൻ്റെ നോമ് 1 ആവുന്ന കേസിൽ നമുക്കിതിനെ നോർമൽ ഈ SP ഓഫ് എന്ന് പറയുന്നത് നോർമൽ കർവേച്ചറിനോട് ഈക്വൽ ആയിരിക്കും എന്ന് പറയുന്നത് ജസ്റ്റ് ഒരു നോട്ട്, അതും കൂടി ഒന്ന് ഓർത്ത് വെക്കുക. നമുക്ക് എപ്പോഴെങ്കിലുമൊക്കെ യൂസ് ചെയ്യണമെങ്കിൽ ചെയ്യാം. ഇനിയിപ്പം ലീനിയർ ട്രാൻസ്ഫോർമേഷൻ LP ആകുമ്പം അതിൻ്റെ ഫണ്ടമെൻ്റൽ അല്ലെങ്കിൽ ക്വാഡ്രാറ്റിക് ഫോമിനെ സെക്കൻഡ് ഫണ്ടമെൻ്റൽ ഫോം എന്ന് പറയും. ഇനി ലീനിയർ ട്രാൻസ്ഫോർമേഷൻ സാധാരണ ഐഡൻറ്റിറ്റി മാപ്പ് ഉണ്ടല്ലോ, ഏത് എലമെൻ്റ് ആണോ അതിലേക്ക് തന്നെ മാപ്പ് ചെയ്യുന്ന ഐഡൻറ്റിറ്റി ട്രാൻസ്ഫോർമേഷൻ, അതെടുക്കുക എന്നുണ്ടെങ്കിൽ അതിൻ്റെ ഫോമിനെ നമ്മൾ ഫസ്റ്റ് ഫണ്ടമെൻ്റൽ ഫോം എന്ന് പറയുന്നുണ്ട്. സെക്കൻഡ് ഫണ്ടമെൻ്റൽ ഫോം പറയുന്ന പോലെ തന്നെ ഫസ്റ്റ് ഫണ്ടമെൻ്റൽ ഫോം എന്നും പറയും. ഡിനോട്ട് ചെയ്യുന്നത് IP എന്ന് പറഞ്ഞിട്ടാണ് ഇവിടെ കൊടുത്തിട്ടുണ്ട്. IP എന്ന് പറഞ്ഞിട്ട് ഡിനോട്ട് ചെയ്യും. അതായത് ഏത് വെക്ടർ എടുത്തു കഴിഞ്ഞാലും അതിലേക്ക് തന്നെ മാപ്പ് ചെയ്യുന്ന മാപ്പാണ് ഐഡൻറ്റിറ്റി മാപ്പ്, അല്ലേ? ഐഡൻറ്റിറ്റി മാപ്പിൻ്റെ ഗ്രാഫൊക്കെ നമ്മൾ പറയാറുണ്ട് ഇങ്ങനെ. അപ്പോൾ എന്തായാലും ആ ഐഡൻറ്റിറ്റി മാപ്പിൻ്റെ കറസ്പോണ്ടിങ് ആയിട്ടുള്ള ക്വാഡ്രാറ്റിക് ഫോമിനെ പറയുന്ന പേര് ഫസ്റ്റ് ഫണ്ടമെൻ്റൽ ഫോം. ആ ഫസ്റ്റ് ഫണ്ടമെൻ്റൽ ഫോമിനെ നമ്മൾ IP എന്ന് പറഞ്ഞിട്ട് ഡിനോട്ട് ചെയ്യും. ഇനി കുറച്ച് നോട്ട്സാണ്, റിസൾട്ടുകളാണ്. അതായത് ഈ ക്വാഡ്രാറ്റിക് ഫോം വെച്ചിട്ട് നമുക്ക് ആ ലീനിയർ ട്രാൻസ്ഫോർമേഷൻ്റെ ഡെഫിനിറ്റ്നെസ് പറയാൻ പറ്റും. അതായത് ചില ലീനിയർ ട്രാൻസ്ഫോർമേഷൻ നമ്മൾ പറയും പോസിറ്റീവ് ഡെഫിനിറ്റ് ആണ്, ചിലത് പറയും നെഗറ്റീവ് ഡെഫിനിറ്റ് ആണ്, ചിലത് സെമി ഡെഫിനിറ്റ് ആണ്, അല്ലെങ്കിൽ ഇൻഡെഫിനിറ്റ് ആണ്, അങ്ങനെയൊക്കെ നമ്മൾ പറയാറുണ്ട്. ഈ ഡെഫിനിറ്റ്നെസ് നമ്മൾ ഒരു ലീനിയർ ട്രാൻസ്ഫോർമേഷൻ്റെ ഡെഫിനിറ്റ്നെസ് പറയുന്നത് എന്ത് വെച്ചിട്ടാണ്? ആ ലീനിയർ ക്വാഡ്രാറ്റിക് ഫോം വെച്ചിട്ട് ആണ് പറയുന്നത്. അപ്പോൾ ഇവിടെ ക്വാഡ്രാറ്റിക് ഫോം പോസിറ്റീവ് ആണെങ്കിൽ >0 ഫോർ ഓൾ വിയിലേക്ക് അത് >0 ആണെന്നുണ്ടെങ്കിൽ അതിനെ പോസിറ്റീവ് ഡെഫിനിറ്റ് എന്നും, ക്വാഡ്രാറ്റിക് Q ഓഫ് V എന്ന് പറയുന്നത് <0 സ്ട്രിക്ട്ലി ആണ്, 0 ആവരുത് ഒരു പോയിന്റിലും ഫോർ നോൺ സീറോ വെക്ടേഴ്സ്. അപ്പോൾ Q ഓഫ് V <0 ആണെന്നുണ്ടെങ്കിൽ നമ്മളതിന് നെഗറ്റീവ് ഡെഫിനിറ്റ് എന്ന് പറയും. ഇനി പോസിറ്റീവും അല്ല പോസിറ്റീവ് ഡെഫിനിറ്റും അല്ല, ടോട്ടലി എല്ലാ വെക്ടേഴ്സിനും >0 എന്നും പറയാൻ പറ്റില്ല, എല്ലാ വെക്ടേഴ്സിനും >0 എന്നും പറയാൻ പറ്റില്ല. അതായത് മിക്സ്ഡ് ആയിട്ടാണ് വരുന്നതെന്ന്. അപ്പം ഒരു Q എന്ന് പറയുന്ന ഫങ്ഷൻ എല്ലാ വെക്ടേഴ്സിൻ്റെ വാല്യൂവും പോസിറ്റീവ് ആവണം, അപ്പോഴേ അത് പോസിറ്റീവ് ഡെഫിനിറ്റ് ആവും. അല്ലെങ്കിൽ എല്ലാ വെക്ടേഴ്സിൻ്റെ വാല്യൂ നെഗറ്റീവ് ആവണം, അപ്പോഴേ അത് നെഗറ്റീവ് ഡെഫിനിറ്റ് ആവും. ഇങ്ങനെ പോസിറ്റീവ് ഡെഫിനിറ്റും നെഗറ്റീവ് ഡെഫിനിറ്റും അല്ല, അത് ഏതെങ്കിലും ഒന്നാണെന്നുണ്ടെങ്കിൽ ജസ്റ്റ് അതിനെ ഡെഫിനിറ്റ് എന്ന് പറയും. ഇനി ഇതൊന്നും അല്ല എന്നുണ്ടെങ്കിൽ നമ്മൾക്ക് ഇൻഡെഫിനിറ്റ് എന്ന് പറയാൻ പറ്റും. ഇനി സെമി ഡെഫിനിറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്? പോസിറ്റീവ് സെമി ഡെഫിനിറ്റ് എന്ന് പറയുകയാണെങ്കിൽ >0 പോസിറ്റീവും ആവാം 0യും ആവാം, അതിനെ സെമി ഡെഫിനിറ്റ് പോസിറ്റീവ് സെമി ഡെഫിനിറ്റ് എന്ന് പറയും. അതുപോലെ തന്നെ സ്ട്രിക്ട്ലി ആണെങ്കിൽ പോസിറ്റീവ് ഡെഫിനിറ്റ്, അതിൽ സ്ട്രിക്റ്റ്ലി അല്ല >0 കൂടി ആവാന്നുള്ള പോസിബിലിറ്റി ഉണ്ടെങ്കിൽ സെമി കൂടി വരും, സെമി ഡെഫിനിറ്റ് വരും. ഓക്കെ, പോസിറ്റീവ് സെമി ഡെഫിനിറ്റ്. അതുപോലെ തന്നെ നെഗറ്റീവ് സെമി ഡെഫിനിറ്റ് <0. ഇപ്പോൾ സെമി ഡെഫിനിറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഏതർ പോസിറ്റീവ് ആവാം അല്ലെങ്കിൽ നെഗറ്റീവ് ആവാം. ജസ്റ്റ് അതൊന്ന് വായിച്ചു നോക്കാം. ഓക്കെ, ഇനി നമുക്കിവിടെ യൂസ് ചെയ്യാനുള്ള സാധനം എന്താ വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ ക്വാഡ്രാറ്റിക് ഫോമും കർവേച്ചറും നമ്മൾ പഠിച്ചുകൊണ്ടിരിക്കുന്ന കർവേച്ചറും തമ്മിൽ എന്തൊക്കെയോ കണക്ഷൻസ് ഉണ്ട്. അതാണ് ഇത് നമുക്ക് ഇനി കുറച്ച് കഴിഞ്ഞാൽ നെക്സ്റ്റ് തിയറത്തിലൊക്കെ നമ്മൾ യൂസ് ചെയ്യുന്നുണ്ട്. ഒന്ന് വായിക്കാം. റിമാർക്കായിട്ട് കൊടുത്തിട്ടുണ്ട്. ദ ഫസ്റ്റ് ഫണ്ടമെൻ്റൽ ഫോം IP ഓഫ് ആൻ ഓറിയൻറ്റഡ് എൻഡ് സർഫസ് ഇസ് കണ്ടെയ്നിങ് Rn is always പോസിറ്റീവ് ഡെഫിനിറ്റ്. അപ്പോൾ നമ്മുടെ ഫസ്റ്റ് ഫണ്ടമെൻ്റൽ ഫോം, അതായത് അതിപ്പോൾ വലിയ ഇതില്ല, അതായത് ഐഡൻറ്റിറ്റി ട്രാൻസ്ഫോർമേഷൻ എടുക്കുമ്പോൾ കറസ്പോണ്ടിങ് ക്വാഡ്രാറ്റിക് ഫോമാണ് നമ്മൾ ഫസ്റ്റ് ഫണ്ടമെൻ്റൽ ഫോം. ആ ഫസ്റ്റ് ഫണ്ടമെൻ്റൽ ഫോം എന്തായാലും എപ്പോഴും എന്തായിട്ടേ വരാറുള്ളൂ? പോസിറ്റീവായിട്ടേ വരാറുള്ളൂ. അതായത് IP എപ്പോഴും എന്താണ്? >0 ആണെന്നുള്ളത്. നെക്സ്റ്റ് സാധനം ഇമ്പോർട്ടൻ്റ് ആണ്. ദ സെക്കൻഡ് ഫണ്ടമെൻ്റൽ ഫോം SP ഈസ് പോസിറ്റീവ് ഡെഫിനിറ്റ് ഇഫ് ആൻഡ് ഓൺലി ഇഫ്. അപ്പോൾ നമ്മൾ പറയുന്ന ക്വാഡ്രാറ്റിക് ഫോം അല്ലെങ്കിൽ സെക്കൻഡ് ഫണ്ടമെൻ്റൽ ഫോം പോസിറ്റീവ് ഡെഫിനിറ്റ് ആവണത് എപ്പോഴാണെന്നുള്ളതാണ്. ദെൻ ഇഫ് ആൻഡ് ഓൺലി ഇഫ് ദ നോർമൽ കർവേച്ചർ K ഓഫ് V ഈക്വൽ ടു SP ഓഫ് V ഈസ് പോസിറ്റീവ് ഫോർ ഓൾ ഡയറക്ഷൻ V at P.
അതായത് കെ ഓഫ് വിയും എസ് പി ഓഫ് വിയും ഈക്വൽ ആവുന്ന കേസ്. അത് നമ്മൾ നേരത്തെ പറഞ്ഞു. നോർമൽ കർവേച്ചർ സിംപ്ലി നോമ് വി 1 ആവുന്ന സമയത്ത് നമുക്ക് എസ് പിനെ ജസ്റ്റ് നോർമൽ കർവേച്ചർ എന്ന് പറയാമെന്ന് പറഞ്ഞു. അങ്ങനെ കെ ഓഫ് വിയും എസ് പി ഓഫ് വിയും ഈക്വൽ ആവുന്ന സമയത്ത് ഇതെപ്പോഴും പോസിറ്റീവ് ഡെഫിനിറ്റ് ആണ്. അതല്ലാന്നുണ്ടെങ്കിൽ നെക്സ്റ്റ് ഒരു സാധനം നോക്കി, ഇത് പോസിറ്റീവ് ഡെഫിനിറ്റ് ആവുന്നത് എപ്പോഴാണ്? ഇഫ് ആൻഡ് ഓൺലി ഇഫ് ഓൾ ദ പ്രിൻസിപ്പൽ കർവേച്ചർ കെ ഐ ഓഫ് പി ഓഫ് എസ് അറ്റ് പി ആർ പോസിറ്റീവ്. ഇതാണ് നമ്മൾ യൂസ് ചെയ്യാൻ സുഖം. എല്ലാ പ്രിൻസിപ്പൽ കർവേച്ചേഴ്സും പ്രിൻസിപ്പൽ കർവേച്ചേഴ്സ് എന്തായിരുന്നു? ആ വെയിൻഗാർട്ടൻ മാപ്പിൻ്റെ കറസ്പോണ്ടിങ് ഐഗൺ വാല്യൂസ് K1 K2 K3 K4 അങ്ങനെ പറഞ്ഞിട്ടുള്ള സാധനങ്ങൾ. ആ കെ ഐസ് ഒക്കെ പോസിറ്റീവ് ആണെങ്കിൽ നമ്മുടെ എസ് പിയും പോസിറ്റീവാണ്. ഓക്കെ, ഇനി എസ് പി നെഗറ്റീവ് ഇഫ് ആൻഡ് ഓൺലി ഇഫ് ഓൾ പ്രിൻസിപ്പൽ കർവേച്ചേഴ്സ് ആർ നെഗറ്റീവ്. അപ്പോൾ നമുക്ക് കെ ഐ അറിഞ്ഞു കഴിഞ്ഞാൽ എന്ത് പറയാം? ഡെഫിനറ്റ്നെസ് പറയാം. ഇത്രയും റിമാർക്കിൽ ഈ ഒരു കാര്യം മാത്രം പറയാൻ മതി. ഇപ്പോൾ കുറേ പോയിൻറ്റ്സ് നമ്മൾ പറഞ്ഞു. ജസ്റ്റ് ഇത് മാത്രം ഓർത്ത് വയ്ക്കുക. എല്ലാ കെ ഐകളെ വെച്ചിട്ട് നമുക്ക് എന്ത് പറയാൻ പറ്റും? എസ് പിൻ്റെ കാര്യം, അതായത് സെക്കൻഡ് ഫണ്ടമെൻ്റൽ ഫോമിൻ്റെ ഡെഫിനിറ്റ്നെസ് പറയാൻ പറ്റും. സെക്കൻഡ് ഫണ്ടമെൻ്റൽ ഫോം പോസിറ്റീവ് ഡെഫിനിറ്റ് ഇഫ് ആൻഡ് ഓൺലി ഇഫ് കെ ഐസ് ആർ പോസിറ്റീവ്. നെഗറ്റീവ് ഡെഫിനിറ്റ് ഇഫ് ആൻഡ് ഓൺലി ഇഫ് കെ ഐസ് ആർ നെഗറ്റീവ്. നെഗറ്റീവ് ആണെങ്കിൽ നെഗറ്റീവ് ഡെഫിനിറ്റ്. ആര്? പ്രിൻസിപ്പൽ കർവേച്ചേഴ്സ്. ഓക്കെ, പ്രിൻസിപ്പൽ കർവേച്ചേഴ്സ് പോസിറ്റീവ് ആണെങ്കിൽ പോസിറ്റീവ് ഡെഫിനിറ്റ്, നെഗറ്റീവ് ആണെങ്കിൽ നെഗറ്റീവ് ഡെഫിനിറ്റ്. ഓക്കെ ആണല്ലോ. ഇനി ഇത് നെക്സ്റ്റ് ഒരു തിയറം വരെ, ഒരു ഇമ്പോർട്ടൻറ്റ് തിയറമാണ്. കുറച്ച് ഉണ്ട്, പക്ഷെ സിമ്പിളാണ്. സ്റ്റെപ്സൊക്കെ സിമ്പിളാണ്, കുറച്ച് ലെങ്തിയാണ്. ഈ പറയുന്ന കാര്യങ്ങളൊക്കെ നമ്മൾ അപ്ലൈ ചെയ്യുന്നൊരു തിയറമാണ്. ഓക്കെ, തിയറം വരുന്നത് എന്താ വെച്ച് കഴിഞ്ഞാൽ, ഒരു ഇപ്പോൾ സാധാരണ നമ്മൾ എൻ സർഫസ് പറയാറുണ്ടല്ലോ, ആ തരുന്ന സർഫസ് കോമ്പാക്റ്റ് ആണെന്നുണ്ടെങ്കിൽ, ഏതൊരു കോമ്പാക്റ്റ് ഓറിയൻറ്റഡ് എൻ സർഫസ് എടുത്തു കഴിഞ്ഞാലും അവിടെ ഒരു പോയിൻ്റ് പി എക്സിസ്റ്റ് ചെയ്യും. ആ പോയിൻ്റ് പി എന്ന് പറഞ്ഞ പോയിന്റിൽ ഒരു ഡെഫിനിറ്റ് ആയിട്ടുള്ള, അത് പോസിറ്റീവോ നെഗറ്റീവോ ആവാം, എന്തായാലും ഡെഫിനിറ്റ് ആയിട്ടുള്ള ഒരു സെക്കൻഡ് ഫണ്ടമെൻ്റൽ ഫോം നിർബന്ധമായിട്ടും എക്സിസ്റ്റ് ചെയ്യും എന്നുള്ളതാണ് നമുക്ക്. അതായത് അവിടെ ഒരു ഡെഫിനിറ്റ് ആയിട്ടുള്ള ഫണ്ടമെൻ്റൽ ഫോം എക്സിസ്റ്റ് ചെയ്യുന്നുണ്ട് എന്നാണ് നമുക്ക് പ്രൂവ് ചെയ്ത് കൊടുക്കേണ്ടത്. അതായത് നമ്മളൊരു ഫണ്ടമെൻ്റൽ ഫോം പറയും, ആ ഫണ്ടമെൻ്റൽ ഫോം ഒന്നില്ലെങ്കിൽ ടോട്ടലി ഗ്രേറ്റർ ദാൻ 0 ആണ്, അല്ലെങ്കിൽ എല്ലാ വെക്ടേഴ്സിനും നെഗറ്റീവ് ഗ്രേറ്റർ ദാൻ 0 ആയിരിക്കും എന്നുള്ളത്. മിക്സ്ഡ് ആയിട്ടൊന്നും വരില്ല. അതായത് ഇപ്പോൾ ഫംഗ്ഷൻ പറയുകയാണെന്നുണ്ടെങ്കിൽ ചില വെക്ടേഴ്സിന് അതിൻ്റെ വാല്യൂ പോസിറ്റീവും ചില വെക്ടേഴ്സിന് നെഗറ്റീവും അങ്ങനെ വരാൻ പാടില്ല. ഒന്നില്ലെങ്കിൽ ഫുള്ള് പോസിറ്റീവ് അല്ലെങ്കിൽ ഫുള്ള് നെഗറ്റീവ്, അങ്ങനത്തെ വരുന്ന രീതിയിലൊരു സെക്കൻഡ് ഫണ്ടമെൻ്റൽ ഫോം നമുക്ക് പറഞ്ഞു കൊടുക്കാൻ പറ്റും, അല്ലെങ്കിൽ അവിടെ എക്സിസ്റ്റ് ചെയ്യുന്നുണ്ട്. എപ്പോൾ? തരുന്ന സർഫസ് കോമ്പാക്റ്റ് ആകുമ്പോൾ. കോമ്പാക്റ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്? ക്ലോസ്ഡും ബൗണ്ടഡും ആയിട്ടുള്ള ഒരു സർഫസ്. ഓക്കെ, ബൗണ്ടഡ് എന്ന് പറയുമ്പോൾ തന്നെ അപ്പോൾ അവിടെ എന്തായി? ബൗണ്ട് ഉണ്ടാവും, അപ്പർ ബൗണ്ടും ലോവർ ബൗണ്ടും സുപ്രീമോ അങ്ങനത്തെ സാധനങ്ങളൊക്കെ എക്സിസ്റ്റ് ചെയ്യുന്നുണ്ട് എന്നുള്ളതാണ് മനസ്സിലാക്കേണ്ട കാര്യം. അപ്പോൾ എന്തായാലും നമ്മുടെ പ്രൂഫ് തുടങ്ങുന്നത് ജി എന്ന് പറയുന്ന ഒരു മാപ്പ് നമ്മൾ ഡിഫൈൻ ചെയ്യുകയാണ്. Rn+1 എന്ന Rn+1ലാണല്ലോ എൻ സർഫസ് ഉള്ളത്. സോ Rn+1 എന്ന ആറിലേക്ക് ഒരു റിയൽ വാല്യൂഡ് ഫംഗ്ഷൻ ജി നമ്മൾ ഡിഫൈൻ ചെയ്തു. ജി ഓഫ് x1 x2 എക്സെട്ര xn+1 ഇസ് ഈക്വൽ ടു ഓരോന്നിൻ്റെയും സ്ക്വയറിൻ്റെ സം, x1² + x2² + എക്സെട്ര xn+1 സ്ക്വയർ. ഇനി നമുക്ക് തന്നിട്ടുണ്ട് എസ് എന്ന് പറയുന്നത് എന്താണ്? കോമ്പാക്റ്റ് ആണ്. അപ്പോൾ പറഞ്ഞ പോലെ തന്നെ അത് ക്ലോസ്ഡ് ആണ്, ബൗണ്ടഡ് ആണ്. ബൗണ്ടഡ് ആകുമ്പോൾ എന്തുണ്ടായിരിക്കും? അപ്പർ ബൗണ്ട് എക്സിസ്റ്റ് ചെയ്യും. സോ ജി അവിടെ ഒരു പി എന്ന് പറഞ്ഞ പോയിന്റ് എക്സിസ്റ്റ് ചെയ്യുന്നുണ്ട്, സച്ച് ദാറ്റ് എല്ലാ ക്യൂകൾക്കും ആ സർഫസിലെ മറ്റേത് ക്യൂ എടുത്തു കഴിഞ്ഞാലും അവിടെ ജി ഓഫ് പി ഗ്രേറ്റർ ദാൻ ജി ഓഫ് ക്യൂ ആണ്. എല്ലാ ജി ഓഫ് ക്യൂവിനെക്കാട്ടിലും വലിയ ഒരു ജി ഓഫ് പി അവിടെ എക്സിസ്റ്റ് ചെയ്യുന്നുണ്ട്, സിൻസ് എസ് ഈസ് കോമ്പാക്റ്റ്. ഓക്കെ, ഇനി നമുക്ക് എന്ത് ജി എന്ന് പറഞ്ഞ സാധനം ഡിഫൈൻ ചെയ്തു. നെക്സ്റ്റ് നമ്മൾ ചെയ്യുന്ന കാര്യം എന്താണ് പറയുമ്പോൾ ലൈൻസ് കൂടെ തന്നെ ശ്രദ്ധിക്കുക. ഓക്കെ, അപ്പം നമ്മൾ ഇവിടം വരെ എത്തി. ഇനി ജി എന്ന് പറഞ്ഞ സാധനം ഡിഫൈൻ ചെയ്തതിന് ശേഷം ഒരു കണ്ടീഷൻ പറഞ്ഞു വെച്ചു. നെക്സ്റ്റ് നമ്മൾ അതിൻ്റെ ഡെൽ ജി ഓഫ് പി കാണുകയാണ്. ഡെൽ ജി ഓഫ് പി പറഞ്ഞാൽ ഓരോ വേരിയബിൾസിൽ നമ്മൾ വിത്ത് റെസ്പെക്ട് ടു നമ്മൾ പാർഷ്യലി ഡെറിവേറ്റ് ചെയ്യണം. അപ്പോൾ ഈ ഒരു ടേമിനെ വിത്ത് റെസ്പെക്ട് ടു x1 ഡെറിവേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ എന്ത് വരും? 2x1 വരും. പ്ലസ് ആരാണ് അപ്പുറത്ത്? ബാക്കി x2². അതിനെ x1 ചെയ്യുമ്പം 0, ബാക്കി എല്ലാ ടേംസും എന്തായിട്ട് പോകും? 0 ആയിട്ട് പോകും. അപ്പോൾ 2x1 വരും ഫസ്റ്റ് കമ്പോണൻറ്റ്. നെക്സ്റ്റ് വിത്ത് റെസ്പെക്ട് ടു x2 ചെയ്യുമ്പം x1² 0 വരും, x2² 2x2 വരും.
ബാക്കിയുള്ളതെല്ലാം 0 ആയിട്ട് വരും. അപ്പോൾ അത് 2x2 കിട്ടി. അങ്ങനെ ഓരോ കമ്പോണൻറ്റിൽ വെച്ച് നമ്മൾ ഡെറിവേറ്റ് ചെയ്യുന്നു. അപ്പോൾ നമുക്ക് ഡെൽ ജി ഓഫ് പി കിട്ടും. ഈ കാണുന്ന കാര്യത്തിൽ 2 കോമൺ ആണ്. ബാക്കി വരുന്നത് x1 x2 എക്സെട്ര xn. അത് ആര് തന്നെയാണ്? പി തന്നെയാണ് അല്ലേ. അപ്പോൾ 2 പി എന്ന് പറയുന്നതാണ് നമ്മുടെ എന്ത് പറയുന്നത്? ഡെൽ ജി ഓഫ് പി എന്ന് പറയുന്നത്. ഇനി നമ്മൾ ഈ ഡെൽ ജി ഓഫ് പിയിൽ നമ്മൾ എന്ത് അപ്ലൈ ചെയ്യാണ്? നമ്മൾ മുന്നേ പറഞ്ഞിട്ടുണ്ട് ലഗ്രാഞ്ചിയൻ മൾട്ടിപ്ലയർ തിയറം പ്രകാരം അത് അപ്ലൈ ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഇവിടെ നമ്മൾ ജി ഓഫ് പി എന്ന് പറയുന്ന ഈ മാപ്പ് തന്നെ ഇവിടെ കൊടുത്തത്. അപ്പം ലഗ്രാഞ്ചിയൻ മൾട്ടിപ്ലയർ തിയറം പ്രകാരം തിയറം ഒന്നുമില്ല, ഈ ഡെൽ ജി ഓഫ് പി ഈസ് ഈക്വൽ ടു ലാംഡ ഡെൽ എഫ് ഓഫ് പി എന്നുള്ള രീതിയിൽ എഴുതാൻ പറ്റും. അപ്പം എഫ് നമ്മൾ എന്നും പറയുന്ന പോലെ തന്നെ നമ്മൾ ലെവൽ സെറ്റ് എഫ് ഇൻവേഴ്സ് സി പറയുന്ന എസ് എന്ന് പറയുന്നത് എഫ് ഇൻവേഴ്സ് സി ആയിട്ടുള്ള ഫംഗ്ഷനാണ് എഫ് എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ ഡെൽ ജി ഓഫ് പി ഈസ് ഈക്വൽ ടു ലാംഡ എഫ് ഓഫ് പി. അതുവരെ ഓക്കെ ആണല്ലോ. ആദ്യം ഈ പറയുന്ന കണക്ക് ഒരു ജി ഡിഫൈൻ ചെയ്തു, അതിനുശേഷം നമ്മളതിന് കോമ്പാക്റ്റ് ആയതുകൊണ്ട് അപ്പർ ബൗണ്ട് ഉണ്ടെന്ന് പറഞ്ഞു വെച്ചു. അല്ല അതിനേക്കാളും വലിയൊരു ജി ഓഫ് പി അവിടെ ഉണ്ടാവും എന്ന് പറഞ്ഞു. ഡെൽ ജി ഓഫ് പി കണ്ടു. ഇനി നമ്മളവിടെ ലഗ്രാഞ്ച് അപ്ലൈ ചെയ്തപ്പോൾ നമുക്ക് എന്ത് കിട്ടി? ഡെൽ ജി ഓഫ് പി ഈക്വൽ ടു ലാംഡ ഡെൽ എഫ് ഓഫ് പി എന്ന് കിട്ടി. ഇനി നമുക്കറിയാം എൻ എന്ന് പറയുന്ന ഇക്വേഷൻ നമുക്കറിയാം. എന്താ എൻ എന്ന് പറയുന്നത്? എന്താ? എൻ ഇസ് ഈക്വൽ ടു ഡെൽ എഫ് ഓഫ് പി ഡിവൈഡഡ് ബൈ പ്ലസ് ഓർ മൈനസ് ഡെൽ എഫ് ഓഫ് പി ഡിവൈഡ് ബൈ നോർമൽ. പ്ലസ് മൈനസ് കൊടുക്കാൻ കാരണം നമുക്കറിയാം മൈനസ് എന്നും ഉണ്ട് എന്നും ഉണ്ട് അല്ലേ. രണ്ട് നോർമൽ വെക്ടേഴ്സ് എക്സിസ്റ്റ് ചെയ്യുന്നൊക്കെ നമ്മൾ പഠിച്ചിരുന്നു. അപ്പം അതൊന്ന് മൈനസ് എന്ന് ഒന്ന് എന്ന്, അപ്പം അതിന് കോമൺ ആയിട്ട് പ്ലസ് ഓർ മൈനസ് എന്ന് പറയുന്നു. അപ്പോൾ ഇതിൽ നിന്ന് നമുക്ക് എന്ത് പറയാൻ പറ്റും? ഡെൽ എഫ് ഓഫ് പിനെ കണ്ടുപിടിച്ചൂടെ? ഈ നോമുള്ള സാധനം ലെഫ്റ്റിലേക്ക് പോകുമ്പോൾ എന്തായിട്ട് മാറും? എൻ നോം ഡെൽ എഫ് ഓഫ് പി എന്ന് വരും അല്ലേ. അപ്പോൾ ഡെൽ എഫ് ഓഫ് പിക്ക് പകരം നമ്മൾ ആ വാല്യൂ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കൊടുത്തു. ഇനി ഇവിടെ സ്കേലേഴ്സ് ആയിട്ടുള്ള നോം എന്ന് പറയുമ്പോൾ മോഡുലസ് എടുക്കുമ്പോൾ ഒരു സ്കേലർ സാധനം കിട്ടുക, അതിനെയും പ്ലസ് ഓർ മൈനസ് ലാംഡേനെയും കൂടി കൂട്ടിച്ചേർത്തിട്ട് നമ്മൾ മ്യൂ എന്ന് പറഞ്ഞിട്ട് ഒറ്റ സ്കേലറായിട്ട് വിളിച്ചു. അതിനെ ഇങ്ങോട്ട് മ്യൂ എൻ ഓഫ് പി എന്ന് പറഞ്ഞിട്ട് ഡിനോട്ട് ചെയ്തു. അപ്പോൾ ലാസ്റ്റ് എന്ത് കിട്ടി നമുക്ക്? ഡെൽ ജി ഓഫ് പി ഈസ് ഈക്വൽ ടു മ്യൂ എൻ ഓഫ് പി. ഇതുവരെ സിമ്പിളാണ്, ക്ലിയർ ആണ്, ഓക്കെ ആണല്ലോ. ഇനി ഈ ഓരോ കേസ് നമ്മൾ കൺസിഡർ ചെയ്യാം. മ്യൂ എന്ന് പറയുന്ന സ്കേലാർ നെഗറ്റീവും ആവാം പോസിറ്റീവും ആവാം. ആദ്യം നമ്മൾ പറയുകയാണ് മ്യൂ നെഗറ്റീവ് ആവുന്ന കേസ്, ലെസ് ദാൻ 0 ആവുന്ന കേസ് എടുക്കുകയാണ്. അപ്പോൾ -2 എന്ന് പറയുന്ന നമ്പറാണ് വിചാരിക്കുക. അതിനെ മോഡ് 2 മൈനസ് എന്ന് എഴുതിക്കൂടെ? മോഡ് 2 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്? അല്ലെങ്കിൽ മോഡ് -2. മ്യൂ എന്ന് പറയുന്നത് നമ്മൾ -2 ആണെന്നുണ്ടെങ്കിൽ അതിനെ മോഡ് -2 പറഞ്ഞു കഴിഞ്ഞാൽ എന്ത് വരും? 2 തന്നെ വരും. നെക്സ്റ്റ് മൈനസ് കൊടുത്തു കഴിഞ്ഞാൽ -2 തന്നെ വരും. അപ്പോൾ അതിനെ നമുക്ക് എങ്ങനെ എഴുതാൻ? നെഗറ്റീവ് ആയതുകൊണ്ടാണ് മ്യൂവിനെ നമുക്ക് എന്ത് എഴുതാൻ പറ്റുന്നത്? മോഡ് മ്യൂ മൈനസ്. ഓക്കെ, വാല്യൂവിൽ മാറ്റം വരില്ല. പക്ഷെ പോസിറ്റീവ് ആകുമ്പോൾ നമുക്ക് ഇങ്ങനെ എഴുതാൻ കഴിയില്ല, അപ്പം മാറി, സൈന് മാറും. നെഗറ്റീവ് ആയതുകൊണ്ട് മ്യൂ ഈക്വൽ ടു മോഡ് മ്യൂ വിത്ത് മൈനസ് വരും. പോസിറ്റീവ് ആണെങ്കിൽ ശരിക്കും നമുക്ക് ഇത്ര എഴുതാൻ പറ്റുമോ അല്ലേ? അപ്പം മൈനസിൻ്റെ ആവശ്യമില്ല, നമുക്ക് അറിയുന്ന കാര്യം. ഇനി ഇവിടെ ഇതിനെ ഡോട്ട് 1 എഴുതിയോണ്ട് മാറ്റമുണ്ടോ? ഇല്ല, 1 എന്ന് എഴുതി. ഇനി നോം എന്ന് പറയുന്ന യൂണിറ്റ് നോമ വെക്ടറാണ്. അപ്പോൾ നോം എത്ര വരിക? 1 വരിക. അപ്പോൾ ആ 1ന് പകരം നമ്മൾ നോം എൻ ഓഫ് പി എന്ന് കൊടുത്തു, കാരണം നമുക്ക് ഇവിടെ ആവശ്യമുള്ള ടേംസ് നിന്ന് ഉണ്ടാക്കി എടുക്കണം. ഇനി ഇവിടെ നോം ഒന്ന് മോഡുലസ് ആണ് നോമാണ് നമ്മൾ ഒന്നിച്ച് കൊടുത്തു, കാരണം മ്യൂ സ്കേലാർ ആയതുകൊണ്ട് മോഡുലസ് ആയാലും നോം ആയാലും അവിടെ ചേഞ്ച് ഒന്നുമില്ല. ഇനി അപ്പോൾ നമുക്ക് നോമിൻ്റെ അകത്ത് മ്യൂ എൻ ഓഫ് പി എന്ന് കിട്ടി. മ്യൂ എൻ ഓഫ് പി ആരാ നമ്മൾ കണ്ടുവച്ചിട്ടുണ്ട്? ഡെൽ ജി ഓഫ് പി. ഡെൽ ജി ഓഫ് പി എന്ന് കൊടുത്തു. ഡെൽ ജി ഓഫ് പി ആരാന്ന് നമുക്കറിയാം, 2PP ആണ്. ആ 2PP എന്നുള്ള സാധനം നോമിൽ കൊടുത്തു. അപ്പോൾ നമുക്ക് എന്ത് എഴുതാൻ പറ്റും? 2 എന്ന് പറയുന്നത് ഔട്ട് സൈഡ് എടുക്കാം, -2 നോം പി എന്ന് വന്നു. ക്ലിയർ ആണേ? ഇനി നമുക്കറിയാം എൻ ഓഫ് പി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഡെൽ ജി ഓഫ് പി ഡിവൈഡഡ് ബൈ മ്യൂ. അതെങ്ങനെയാണ്? ഒന്നുമില്ല, നേരത്തെ നമ്മൾ എഴുതി വെച്ചല്ലോ, ഡെൽ ജി ഓഫ് പി ഈസ് ഈക്വൽ ടു മ്യൂ എൻ ഓഫ് പി എന്നുള്ള കാര്യം നമ്മൾ എഴുതി വെച്ചിട്ടുണ്ട്, അവിടെ ഉണ്ട്. അതിനെ ജസ്റ്റ് അങ്ങോട്ട് റീഅറേഞ്ച് ചെയ്തു. അതിന് എൻ ഓഫ് പി ഈസ് ഈക്വൽ ടു ഡെൽ ജി ഓഫ് പി ഡിവൈഡഡ് ബൈ മ്യൂ എന്ന് എഴുതി. ഇനി ഇവിടെ ഇപ്പോൾ 1/μ എന്ന് പറഞ്ഞ ടേം ഉണ്ടല്ലോ, അവിടെ നമുക്ക് ആരെ കൊടുക്കാം? മ്യൂവിൻ്റെ സ്ഥാനത്ത് -2 നോം പി കൊടുക്കാം. അതിവിടെ കൊടുത്തു, -2 നോം പി. അത് ഡിനോമിനേറ്ററിലാണ്, സോ ഡിനോമിനേറ്ററിൽ തന്നെ കൊടുക്കുക. ഇൻറ്റു ഡെൽ ജി ഓഫ് പി എന്ന് കിട്ടി. ഡെൽ ജി ഓഫ് പിൻ്റെ വാല്യൂ വീണ്ടും സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്തു, 2PP എന്ന് പറഞ്ഞിട്ടുള്ള രീതിയിൽ. അപ്പോൾ അത് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്തപ്പോൾ നമുക്ക് ആരെ കിട്ടി? എൻ ഓഫ് പി കിട്ടി. എൻ ഓഫ് പി ഈസ് ഈക്വൽ ടു -PP ഡിവൈഡ് ബൈ നോം പി. ഇത്രയും ചെയ്ത് വെച്ച് അതിന് ഇക്വേഷൻ നമ്പർ 1 എന്ന് കൊടുത്തു. ഇനി നമുക്കറിയാം
വി എന്ന് പറയുന്നത് ടാൻജൻറ്റ് സ്പേസ് എസ് പി എന്ന് പറയുന്ന എന്നുള്ളതാണ്. അത് യൂണിറ്റ് മോഡുലസ് ആണെന്ന് എടുത്തു. ആൽഫ എന്ന് പറയുന്ന കറസ്പോണ്ടിങ് പാരാമീറ്ററൈസ്ഡ് കർവും ആൽഫ ഓഫ് ടി നോട്ട് ഈക്വൽ ടു ബിയും ആൽഫ ഡോട്ട് ഓഫ് ടി നോട്ട് ഈക്വൽ ടു ബിയും ആണ്. ഒന്നുമില്ല, ഇവിടെ നമ്മൾ പാരാമീറ്ററൈസേഷൻ കൊണ്ടുവരണം. ഇതുവരെ നമ്മൾ വെക്ടേഴ്സിനകത്ത് എൻ എന്ന് പറഞ്ഞിട്ടാണ് കൊടുത്തിട്ടുണ്ടായിരുന്നത്. എൻ ഓഫ് പി ആണ്, ആ പോയിന്റിലാണ് കൊടുത്തിട്ടുണ്ടായിരുന്നത്. ഇനി നമ്മൾ ജസ്റ്റ് അതിനെ പാരാമീറ്ററൈസ് ചെയ്യുകയാണ്. അപ്പോൾ ആൽഫ എന്ന് പറയുന്ന കർവിൻ്റെ പ്രസൻസും കൂടി അവിടെ വരും. അപ്പോൾ നമ്മൾക്ക് അറിയുന്ന ഇക്വേഷൻ ജി ഓഫ് പി ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു ജി ഓഫ് ക്യൂ ഫോർ ഓൾ ക്യൂ ബിലോങ്സ് ടു എസ് എന്നാണ് നമ്മൾ എഴുതി വെച്ചിട്ടുണ്ട് കോമ്പാക്ട്നെസ് വഴി. ഇനി ഈ സാധനത്തിനകത്ത് നമ്മൾ എന്ത് ചെയ്യണം, പാരാമീറ്ററൈസേഷൻ കൊടുക്കുകയാണ്. പിക്ക് പകരം പി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആൽഫ ഓഫ് ടി നോട്ട് അല്ലേ. അപ്പോൾ പിക്ക് പകരം ആര് വരും, ആൽഫ ഓഫ് ടി നോട്ട് വരും. അപ്പോൾ ജി ഓഫ് ആൽഫ ഓഫ് ടി നോട്ട് വരും. അതിന് നമുക്ക് ജി കോമ്പോസിറ്റ് ആൽഫ ഓഫ് ടി നോട്ട് എന്ന് എഴുതാം. ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു ജി കോമ്പോസിറ്റ് ആൽഫ ഓഫ് ടി. ക്യൂ എന്ന് പറയുമ്പം ജനറൽ പോയിന്റ് ആണ്. സോ ഫോർ ഓൾ ടി ബിലോങ്സ് ടു ഐക്ക് നമ്മളിങ്ങനെ എഴുതാൻ പറ്റും. ഇനി ഇപ്പോൾ നമുക്കിവിടെ എന്താ കിട്ടിയത്, ഒരു മാക്സിമം പോയിന്റ് ഉണ്ട്, അല്ലെങ്കിൽ ഒരു അപ്പർ ബൗണ്ട്, ഒരു വലിയൊരു എലമെൻറ്റ് മാക്സിമം ഉണ്ട് എന്നല്ല ഇതിനർത്ഥം. അപ്പം ടി നോട്ടിൽ ഇതിനൊരു മാക്സിമം പോയിന്റ് ഉണ്ടായിരിക്കും. ജി കോമ്പോസിറ്റ് ആൽഫയ്ക്ക് മാക്സിമം പോയിന്റ് ഉണ്ട്. മാക്സിമം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ലോക്കൽ മാക്സിമം ഉണ്ട് നമ്മൾ എങ്ങനെ ചെക്ക് ചെയ്യാറുണ്ട്, ഡിഫറൻഷ്യലൊക്കെ നമ്മൾ ചെയ്യാറുണ്ട്. അതിൽ ഫസ്റ്റ് ഡെറിവേറ്റീവ് 0യും സെക്കൻഡ് ഡെറിവേറ്റീവ് ലെസ് ദാൻ 0 ആണെങ്കിൽ മാക്സിമം, ഗ്രേറ്റർ ദാൻ 0 ആണെങ്കിൽ മിനിമം, അങ്ങനെയല്ലേ. അപ്പോൾ ഇവിടെ മാക്സിമം ആണ് എക്സിസ്റ്റ് ചെയ്യുന്നത്. സോ നമുക്ക് സെക്കൻഡ് ഡെറിവേറ്റീവ് എന്ത് പറയാം, ലെസ് ദാൻ ഓർ ഈക്വൽ ടു 0. അത് നമ്മളിവിടെ എഴുതി വെച്ചു. ഇതിനർത്ഥം ജി കോമ്പോസിറ്റ് ആൽഫ ഓഫ് ടി നോട്ടിൽ മാക്സിമം ആണ്. അപ്പോൾ സെക്കൻഡ് ഡെറിവേറ്റീവ് ലെസ് ദാൻ ഓർ ഈക്വൽ ടു 0 ആണ്. അത് നമ്മളിവിടെ കൊടുത്തു. സെക്കൻഡ് ഡെറിവേറ്റീവ് ജി കോമ്പോസിറ്റ് ആൽഫ അറ്റ് ടി നോട്ടിൽ, ശ്രദ്ധിക്കണം, ടി നോട്ടിൽ ലെസ് ദാൻ ഓർ ഈക്വൽ ടു 0 ആണ്. ഇനി സെക്കൻഡ് ഡെറിവേറ്റീവിന് നമ്മൾ ഒരു ഡെറിവേഷൻ ഉള്ളിലേക്ക് കൊടുക്കുക. ജി കോമ്പോസിറ്റ് ആൽഫ ഡാഷ് ഓഫ് ടി എന്ന് എഴുതി. ഡി ബൈ ഡി ടി ഓഫ് ജി കോമ്പോസിറ്റ് ആൽഫ ഡാഷ് എന്ന് എഴുതി. ഇനി ഡാഷിനെ നമുക്ക് സ്പ്ലിറ്റ് ആക്കിക്കൂടെ, നമ്മളിവിടെ പഠിച്ചിട്ടുള്ള സാധനം ഡെൽ ജി ഓഫ് ആൽഫ ഡോട്ട് ഓഫ് ടി എന്ന് എഴുതി. ലെസ് ദാൻ ഓർ ഈക്വൽ ടു 0 അറ്റ് ടി നോട്ട്. ഇനി ഡെൽ ജി ഓഫ് പി എന്തായിരുന്നു, 2, അതായത് ഡെൽ ജി ഓഫ് പി 2 ആയിരുന്നു അല്ലേ. പി ആയിരുന്നു ഡെൽ ജി എന്ന് പറയുന്നത്. ഇവിടെ പിക്ക് സ്ഥാനത്ത് ആര് വരും, ആൽഫ ഓഫ് ടി ആണ്. അപ്പം ആൽഫ ഓഫ് ടി വന്നു ഇതിന് പകരം അതിവിടെ കൊടുത്തു. ആൽഫ ഓഫ് ടി ആൽഫ ഓഫ് ടി. നമ്മൾ ഈ 2 ഇവിടെ കൊടുക്കേണ്ട ആവശ്യമില്ല, കാരണം ഇത് പോയിന്റിനെ സ്പെസിഫൈ ചെയ്യുന്നതാണ്. അത് നമ്മൾ ഓപ്പറേറ്റ് ചെയ്യുമ്പോഴൊന്നും പോയിന്റ് നമുക്ക് നോക്കേണ്ട കാര്യമില്ല. ജസ്റ്റ് അവിടെ നിന്നിട്ട് ഒരു സ്റ്റാച്ചു ആയിട്ട് അവിടെ നിർത്തിയാൽ മതി ആ പോയിന്റിനെ. അപ്പോൾ ആ പോയിന്റിന് ഇവിടെ വരുന്നത് ആൽഫ ഓഫ് ടി എന്നാണ് നമ്മളെ പോയിന്റ്. ആൽഫ ഓഫ് ടി ആൽഫ ഓഫ് ടി. ഇനി അപ്പുറത്ത് ആരുണ്ട്, ആൽഫ ഡോട്ട് ഇല്ലേ. ഈ ആൽഫ ഡോട്ടിന് ഇതുപോലെ വെക്ടർ ആക്കിയിട്ട് എഴുതാം, പോയിന്റ് വൈസ് എഴുതാം. പോയിന്റ് വൈസ് എഴുതുമ്പോൾ എന്ത് വരും, ആൽഫ ഓഫ് ടി ആൽഫ ഡോട്ട് എന്ന് എഴുതാം. അതായത് പി ആൽഫ ഡോട്ട് എന്ന് എഴുതില്ല, ആ ഒരു എഫക്റ്റേ ഉള്ളൂ. അതിന് പകരം ആൽഫ ഓഫ് ടി ആൽഫ ഡോട്ട് ദാറ്റ് ഇസ് ലെസ് ദാൻ ഓർ ഈക്വൽ ടു 0. റൈറ്റ് സൈഡിന് മാറ്റമില്ല. ഇനി ഇതിനെ തമ്മിൽ ഡോട്ട് പ്രൊഡക്റ്റ് എടുത്ത് നോക്കുക. നെക്സ്റ്റ് സ്റ്റെപ്പ്, ഡോട്ട് പ്രൊഡക്റ്റ് എടുക്കുമ്പോൾ എന്ത് വരും, 2 ആൽഫ ഓഫ് ടി ആൽഫ ഡോട്ട്. ജസ്റ്റ് പോയിന്റുകൾ ആവശ്യമില്ല, ഇതിന് തമ്മിൽ അങ്ങോട്ട് മൾട്ടിപ്ലൈ ചെയ്ത് എഴുതി വെച്ചു, ലെസ് ദാൻ ഓർ ഈക്വൽ ടു 0. ഇനി നെക്സ്റ്റ് എന്താ ചെയ്തിരിക്കുന്ന സ്റ്റെപ്പ്, ഡെറിവേറ്റ് ചെയ്തിരിക്കുകയാണ്. ഡി ബൈ ഡി ടി ഓഫ് എന്നാണല്ലോ കിടക്കണത് ടി നോട്ടിൽ. ആ ടി നോട്ടിൽ അതിനെ ഡെറിവേറ്റ് ചെയ്തു. ഇവിടെ 2 വെക്ടേഴ്സ് ആയതുകൊണ്ട് തന്നെ നമുക്കതിന് എന്ത് പ്രൊഡക്റ്റ് റൂൾ ആവശ്യമുണ്ട്. സോ 2 ആൽഫ ഓഫ് ടി ആൽഫ ഡോട്ടാണ്. അപ്പോൾ ഇതൊരു ടേം, ഇതൊരു ടേം. അപ്പോൾ ഫസ്റ്റിൻ്റെ ഡെറിവേറ്റീവ് സെക്കൻഡ് എന്ന് വരുമ്പോൾ ഫസ്റ്റിൻ്റെ ഡെറിവേറ്റീവ് സെക്കൻഡ് വരുമ്പോൾ അവിടെ സെക്കൻഡ് ഡെറിവേറ്റീവ് ആൽഫ ഡബിൾ ഡോട്ട് വന്നു. പ്ലസ് സെക്കൻഡ് ഇൻറ്റു ഡെറിവേറ്റീവ് ഫസ്റ്റ് വരുമ്പോൾ ഇത് വന്നു, ലെസ് ദാൻ ഓർ ഈക്വൽ ടു 0. ഇതിൽ 2 ടേമിലും 2 കോമൺ ആണ്, 2 ഔട്ട് സൈഡ് എടുത്തു. അതിനുശേഷം നമുക്ക് ഈ ടേമിനെ ഇങ്ങനെ എഴുതി വെച്ചു, ലെസ് ദാൻ ഓർ ഈക്വൽ ടു 0 ആണ്. ഇനി നെക്സ്റ്റ് ആദ്യ സ്റ്റെപ്പിനാണ് താഴെ എഴുതിയിട്ടുള്ളത്. ഇനി നെക്സ്റ്റ് വരുന്നത് നമുക്ക് ഇവിടെ തന്നിട്ടുള്ള ഈ ഇത്രയും കാര്യത്തിന് എന്തെഴുതാം, ആൽഫ സെയിം വി ഡോട്ട് വി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താ, നോം വി സ്ക്വയർ ആണ് അല്ലേ. സെയിം സാധനത്തിൻ്റെ ഡോട്ട് പ്രൊഡക്റ്റ് എന്ന് പറയുമ്പോൾ നോം സ്ക്വയർ വരും. ഇവിടെ അതുപോലെ തന്നെ സെയിം ആൽഫ ഡോട്ടിൻ്റെ ഡോട്ട് പ്രൊഡക്റ്റ് ആണ്. സോ നോം ആൽഫ ഡോട്ട് സ്ക്വയർ വരും. ഇനി ഈ പറയുന്ന സാധനം 2 വെക്ടേഴ്സിൻ്റെ ഡോട്ട് പ്രൊഡക്റ്റ് അല്ലേ. ആ വെക്ടേഴ്സ് ആൽഫ ഓഫ് ടി നോട്ട് എന്ന് പറഞ്ഞ സ്ഥലത്താണ് കിടക്കുന്നത്. അപ്പം അത് പറഞ്ഞിട്ട് അങ്ങനെ കൊടുത്തു, ആൽഫ ഓഫ് ടി നോട്ട്, അതായത് ആ പോയിന്റിനെ സ്പെസിഫൈ ചെയ്തിട്ട് നമ്മൾ അതിനെ സ്പ്ലിറ്റ് ചെയ്ത് എഴുതി. ഇതിപ്പോൾ പി കോമ എന്ന് പറഞ്ഞിട്ട് എഴുതാറില്ലേ, അതേപോലെ ആൽഫ ഓഫ് ടി നോട്ട് പിന്നെ ഡോട്ട് പ്രൊഡക്റ്റ് ഉണ്ട്. ആൽഫ ഓഫ് ടി നോട്ട് എന്ന് പറഞ്ഞ പോയിന്റിൽ ആൽഫ ഡബിൾ ഡോട്ട്. സാധനമൊന്നുമില്ല, നമ്മൾ ഡോട്ട് പ്രൊഡക്റ്റ് എടുക്കുമ്പം ഈ ഡോട്ട് പ്രൊഡക്റ്റ് എടുത്തു കഴിഞ്ഞാൽ മേലത്തെ സാധനം കിട്ടുമല്ലോ.
ജസ്റ്റ് ആ പോയിൻറ്റും കൂടി അവിടെ ഇട്ടെടുത്തു. ആൽഫ അറ്റ് ടി നോട്ടിലാണല്ലോ ലെസ് ദാൻ ഓർ ഈക്വൽ ടു 0. അപ്പോൾ ടി നോട്ടിൽ നമ്മൾ ആ പോയിൻ്റ് ഇവിടെ സ്പെസിഫൈ ചെയ്തിട്ട് അതിനെ സ്പ്ലിറ്റ് ആക്കി എഴുതി, അത്രയേ ഉള്ളൂ. ദാറ്റ് ഈസ് ലെസ് ദാൻ ഓർ ഈക്വൽ ടു 0 ആണ്. നമ്മൾ അറ്റ് ടി നോട്ട് എന്ന് എഴുതുന്നതിന് പകരം എന്ത് ചെയ്തു, ആ പോയിൻ്റ് ടി എന്ന് പറഞ്ഞ സ്ഥാനത്ത് ആരെ കൊടുത്തു, ടി നോട്ട് എന്ന് കൊടുത്തു. ക്ലിയർ? ഇനി ആൽഫ ഓഫ് ടി നോട്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആരാന്ന് നമുക്കറിയാം. നേരത്തെ ഒക്കെ നോക്കി ഇവിടെയൊക്കെ ആൽഫ ഓഫ് ടി ആയിരുന്നു. അപ്പോൾ ഇവിടെ ഒന്നും നമുക്ക് ആരെ കൊടുക്കാൻ പറ്റില്ല, പി എന്ന് പറഞ്ഞ പോയിന്റിനെയോ വി എന്ന് പറഞ്ഞ വെക്ടറിനെയോ കൊണ്ടുവരാൻ പറ്റില്ല. പക്ഷേ ഇപ്പം നമ്മുടെ കയ്യിൽ എന്ത് എത്തി, ആൽഫ ഓഫ് ടി നോട്ട് എത്തി. അപ്പം ഇനി നമുക്ക് ആരെ കൊടുക്കാം, ആ ആൽഫ ഓഫ് ടി നോട്ട് കാണുന്നിടത്തൊക്കെ പിയും കൊടുക്കാം, ആൽഫ ഡോട്ട് ഓഫ് ടി നോട്ട് എന്ന് കാണുന്നിടത്തൊക്കെ വിയും കൊടുക്കാം. ഓക്കെ, അത് അങ്ങനെ കൊടുത്തു. അങ്ങനെ കൊടുത്തപ്പോൾ നെക്സ്റ്റ് സ്റ്റെപ്പ് എന്ത് വന്നു, പി ഡോട്ട് പി കോമ ആൽഫ ഡബിൾ ഡോട്ട് ഓഫ് ടി നോട്ട് പ്ലസ് ആൽഫ ഡോട്ട് ഓഫ് ടി നോട്ട് നോം സ്ക്വയർ എന്ന് വന്നു. ദാറ്റ് ഈസ് ലെസ് ദാൻ ഓർ ഈക്വൽ ടു 0. ഇനി ഇക്വേഷൻ നമ്പർ 1 നോക്കിയേ. ഇക്വേഷൻ നമ്പർ 1 എന്ത് എഴുതി വെച്ചാൽ അവിടെ തന്നെ കാണുന്നുണ്ട് മേലെ. എൻ ഓഫ് പി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മൈനസ് പി പി ഡിവൈഡ് ബൈ നോം പി ആണ്. ഇതിൽ ഇപ്പം നമുക്ക് എന്ത് തന്നിട്ടുണ്ട്, പി എന്ന് പറഞ്ഞ പോയിന്റ് ഇവിടെ കിട്ടി. അതിന് പകരം ഇനി ആരെ കൊടുക്കാം, ഈ നോം പീനെ അപ്പുറത്തേക്ക് കൊണ്ടുപോകാം. അപ്പോൾ മൈനസ് നോം പി ഇൻറ്റു എൻ ഓഫ് പി വരും. പിന്നെ ഇവിടെ ആൽഫ ഡബിൾ ഡോട്ട് ഉണ്ട്. ഇനി ആൽഫ ഡോട്ട് ഓഫ് ടി നോട്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വി ആണെന്ന് അറിയാം. നോം വി സ്ക്വയർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്, 1 ആണ്. കാരണം അങ്ങനെയാണ് നമ്മൾ ചൂസ് ചെയ്തിട്ടുള്ള വെക്ടർ. അപ്പോൾ അത് 1 എന്ന് വന്നു. അപ്പോൾ നമുക്ക് എന്ത് കിട്ടി, +1 മൈനസ് ഈ ടേം അല്ലേ. അപ്പോൾ 1 മൈനസ് അതെന്ന് പറഞ്ഞ് എഴുതി വെച്ചു. ദാറ്റ് ഈസ് ലെസ് ദാൻ ഓർ ഈക്വൽ ടു 0, റൈറ്റ് സൈഡ്. ഇനി 1 മൈനസ് ഇത് നോക്കിയേ, ഈ ടേം ഇതെന്തിന് ഈക്വലാ, കെ ഓഫ് വിക്ക് ഈക്വലാ. കാരണം ആ സാധനം ഈക്വൽ ടു എൽ ഓഫ് വി ഡോട്ട് വി ആണ്. ഇവിടെ നമുക്കറിയാം അത് ഈക്വൽ ടു നോർമൽ വെക്ടർ ആണ്. ബിക്കോസ് നോം വി 1 ആയതുകൊണ്ട് എൽ ഓഫ് വി ഡോട്ട് വി എന്ന് പറയുന്ന സാധനം എന്തായിട്ട് മാറും, നോർമൽ കർവേച്ചറായിട്ട് മാറും നമുക്കറിയാം. നോം വി 1 ആയതുകൊണ്ട് ദാറ്റ് ഈസ് ഈക്വൽ ടു കെ ഓഫ് വി എന്ന് എഴുതാൻ പറ്റും. ദാറ്റ് ഈസ് ലെസ് ദാൻ ഓർ ഈക്വൽ ടു 0 ആണ്, അതിന് മാറ്റില്ല. ഇനി 2 ലെസ് ദാൻ ഓർ ഈക്വൽ ടു 0 പോകുമ്പോൾ അത് 0 ആയി പോവും. ബാക്കി എന്ത് വരും, 1 മൈനസ് നോം പി ഡോട്ട് കെ വരും അല്ലേ, ലെസ് ദാൻ ഓർ ഈക്വൽ ടു 0. ഇനി ഈ ടേം അതായത് നോം പി ഡോട്ട് കെ ഓഫ് വി എന്ന് പറയുന്നത് വീണ്ടും റൈറ്റ് സൈഡിലേക്ക് പോവുക. പറയുമ്പോൾ കൺഫ്യൂഷൻ ഉണ്ടെങ്കിൽ ജസ്റ്റ് ഒന്ന് എഴുതി വെക്കുക. 1 അപ്പോൾ 1നെ അവിടെ നിർത്തി ബാക്കിയുള്ള ടേമിനെ അപ്പുറത്തേക്ക് കൊണ്ടുപോയി. 1 ലെസ് ദാൻ ഓർ ഈക്വൽ ടു നോം പി ഇൻറ്റു കെ ഓഫ് വി എന്ന് വന്നു, അല്ലെങ്കിൽ കപ്പ് ഓഫ് വി എന്ന് വന്നു. അതിനെ ജസ്റ്റ് വീണ്ടും റീഅറേഞ്ച് ചെയ്ത് എഴുതുമ്പോൾ കപ്പ് ഓഫ് വി ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു 1 ബൈ നോം പി ഫോർ ഓൾ വി ബിലോങ്സ് ടു എസ് പി എന്ന് വന്നു. അപ്പോൾ 1 ബൈ നോം പി എന്തായാലും 0നേക്കാൾ വലുതല്ലേ. കാരണം അതൊരിക്കലും 0 എന്തായാലും ആവില്ല, നെഗറ്റീവ് ആവാൻ പോകുന്നില്ല. കാരണം രണ്ടും ന്യൂമറേറ്റർ ഡിനോമിനേറ്റർ പോസിറ്റീവാണ്. പിന്നെ ഒന്നുമല്ല, 1 ആണ്. 1 ഒരു പോസിറ്റീവ് സാധനം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്തായാലും ഗ്രേറ്റർ ദാൻ 0 ആണ്. സോ കർവേച്ചർ ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു 0 എന്ന് കിട്ടി. നമുക്കറിയാം പ്രിൻസിപ്പൽ കർവേച്ചർ അല്ലെങ്കിൽ നോർമൽ കർവേച്ചർ ഗ്രേറ്റർ ദാൻ 0 ആണെന്നുണ്ടെങ്കിൽ ആ സെക്കൻഡ് ഫണ്ടമെൻ്റൽ ഫോം ഗ്രേറ്റർ ദാൻ 0 ആണെന്ന് നമ്മൾ ഇഫ് ആൻഡ് ഓൺലി ഇഫ് എന്ന് പറഞ്ഞ റിമാർക്ക് പഠിച്ചു. അപ്പോൾ കെ ഓഫ് ഇ ഗ്രേറ്റർ ദാൻ 0 ആണ്. സോ നമുക്ക് എന്ത് പറയാൻ പറ്റും, സെക്കൻഡ് ഫണ്ടമെൻ്റൽ ഫോം ഗ്രേറ്റർ ദാൻ 0 ആണ്, അതായത് അത് പോസിറ്റീവ് ഡെഫിനിറ്റ് ആണെന്ന് പറയാൻ പറ്റും. ഇത് എപ്പോഴാണ്, നമ്മൾ മ്യൂ ലെസ് ദാൻ 0 എന്ന് പറഞ്ഞിട്ട് തുടങ്ങിയിട്ടല്ലേ ഇപ്പോൾ ഇതൊക്കെ എത്തിയേ അല്ലേ, മ്യൂ ലെസ് ദാൻ 0 എന്ന് പറഞ്ഞിട്ട്. സിമിലർലി നമുക്ക് എന്ത് പറയാം, മ്യൂ ഗ്രേറ്റർ ദാൻ 0 എന്ന് പറയാം. അപ്പോൾ ഇതേ സ്റ്റെപ്പിനെ റിപ്പീറ്റ് ചെയ്ത് വരും. ഈ ഒന്ന് മാത്രം മാറ്റം ഉണ്ടാവും, ഈ മൈനസ് ഉണ്ടാവില്ല. മ്യൂ ഈക്വൽ ടു മോഡ് മ്യൂ പറഞ്ഞിട്ട് ഇതേ സ്റ്റെപ്പ് റിപ്പീറ്റ് ചെയ്ത് വരും. അങ്ങനെ വന്ന് വേറെ എവിടെയും ഒരു മാറ്റം ഉണ്ടാവില്ല. ഇതേ സ്റ്റെപ്പുകൾ റിപ്പീറ്റ് ചെയ്ത് വരുമ്പം ലാസ്റ്റ് നമുക്ക് കിട്ടുന്നത് എന്തായിരിക്കും, ആ മൈനസിൻ്റെ ഒരു മാറ്റമുള്ളത് തന്നെ ഇത് നേരെ തിരിഞ്ഞ് കിട്ടും. കെ ഓഫ് ഇ ലെസ് ദാൻ ഓർ ഈക്വൽ ടു -1 ബൈ നോം പി എന്ന് വരും. ദാറ്റ് ഈസ് ലെസ് ദാൻ 0 ആണ്, അതായത് അവിടെ നെഗറ്റീവ് ഡെഫിനിറ്റ് ആണ്. മ്യൂ ഗ്രേറ്റർ ദാൻ 0 ആകുമ്പോൾ പോസിറ്റീവ് ഡെഫിനിറ്റ്, മ്യൂ ലെസ് ദാൻ 0 ആകുമ്പോൾ നെഗറ്റീവ് ഡെഫിനിറ്റ്. ഒരിക്കലും മിക്സ്ഡ് ആയി വരുന്നില്ല. അപ്പം അവിടെ നമുക്ക് പറയാൻ പറ്റും എയ്തർ പോസിറ്റീവോ അല്ലെങ്കിൽ നെഗറ്റീവോ ആയിട്ടുള്ള, ഒന്നില്ലെങ്കിൽ മ്യൂ പോസിറ്റീവ് ആവാം, അത് സ്കെയിലാർ ആണല്ലോ, ഒരു കോൺസ്റ്റൻ്റ് ആണ്. ഒന്നില്ലെങ്കിൽ അത് പോസിറ്റീവ് നമ്പർ ആവാം, അല്ലെങ്കിൽ നെഗറ്റീവ് നമ്പർ ആവാം. അപ്പോൾ പോസിറ്റീവ് നമ്പർ ആണെങ്കിൽ അവിടെ ഒരു പോസിറ്റീവ് സെക്കൻഡ് ഫണ്ടമെൻ്റൽ ഫോം എക്സിസ്റ്റ് ചെയ്യുന്നുണ്ട്. നെഗറ്റീവ് ആണെങ്കിൽ ആ ഒരു നെഗറ്റീവ് ഡെഫിനിറ്റ് ആയിട്ടുള്ള സെക്കൻഡ് ഫണ്ടമെൻ്റൽ ഫോം എക്സിസ്റ്റ് ചെയ്യും. എന്തായാലും അങ്ങനത്തെ ഒരു ഫണ്ടമെൻ്റൽ ഫോം എക്സിസ്റ്റൻസ് ഉണ്ട് എന്ന് നമ്മൾ പ്രൂവ് ചെയ്തു. ഓക്കെ, അപ്പോൾ തിയറം ഒന്നും കൂടി കുറച്ച് ലെങ്തിയാണ്, കുറേ സ്റ്റെപ്പ് ഉണ്ടെന്നേ ഉള്ളൂ. സംഭവം സിമ്പിൾ കോൺസെപ്റ്റാണ്. ഓരോ ലൈൻ ബൈ ലൈൻ നോക്കിയാൽ ഓരോന്നിൻ്റെയും വാല്യൂ ഇങ്ങനെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് പോരുക. ഓക്കെ, അത്രയേ ഉള്ളൂ സാധനം. അപ്പം മനസ്സിലായെന്ന് വിചാരിക്കുന്നു. ഇന്നത്തെ വീഡിയോ ഇതോടെ നിർത്താം. ഓക്കെ.